കർത്താവേ, ഞങ്ങളുടെ കൂടി വരവിൽ തിരുസാന്നിധ്യം കൂടെ ഇരിക്കുകയാണ്. നിന്റെ വേല ചെയ്യുന്ന അവിടുത്തെ മക്കളുടെ സഹധർമ്മികളായി കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ തിരുവൻപാകം സമർപ്പിക്കുന്നു. സഭയിൽ വൈദിക ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയും അവിടുന്ന് ആരോഗ്യത്തോടും ആത്മനിറവോടും കാത്ത് പരിപാലിക്കണമെന്ന് സഭയിലെ എല്ലാ വൈദികരെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ കുഞ്ഞുങ്ങളെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളെല്ലാം വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യരാക്കി തിരുഹിത പ്രകാരം സാക്ഷ്യവും ദൈവാനുഭവമുള്ളവരായി നിലനിൽക്കുവാൻ സഹായിക്കണമെന്ന് ഈ കൂടിവരവ് ഏറ്റവും അനുഗ്രഹമായിരിക്കാൻ കൃപയിലുള്ളതാണ്. സാഹചര്യം കൊണ്ട് കടന്നു വരുവാൻ കഴിയാതെ പോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് നിന്നെയും നിന്റെ ഏകജാതനെയും പരിശുദ്ധാത്മാവിനെയും അടക്കം കൂടാതെ മഹത്വപ്പെടുത്തുവാനായിട്ട് തന്നെ ആണ്. സ്വാഗതം ആശംസിക്കുന്നതിനായി അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ശ്രീമതി ജെസ്സി വർഗീസ് കൊച്ചുമയെ സാദരം ക്ഷണിക്കുന്നു. ആദരണീയനായ യോഗ അധ്യക്ഷൻ ജോർജ് മാത്യച്ചൻ, മുഖ്യ പ്രഭാഷണത്തിനായി കടന്നു വന്നിരിക്കുന്ന ബഹുമാന്യായ സാറ മോറിസ് ടീച്ചർ, ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട ബിസ്ക്യോമാരെ, 113ാമത് പരിമല പെരുന്നാളിനോടനുബന്ധിച്ച് ബിസ്ക്യോമാർക്ക് ഒന്ന് കൂടി വരുന്നതിന് ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 3 വർഷങ്ങളായി മാത്രമാണ് ബിസ്ക്യോമാരുടെ ഒരു സമ്മേളനം പരിമല പെരുന്നാളിനോടനുബന്ധിച്ച് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഒത്തിരി അസൗകര്യങ്ങൾ ഇന്നത്തെ ഒരു ദിവസം ഉണ്ട് എങ്കിലും, പ്രത്യേകിച്ച് ഒരു വർക്കിംഗ് ഡേ ആണ് എങ്കിൽ പോലും അതിനെയൊക്കെ അതിജീവിച്ച് ഇത്രയും ബിസ്ക്യോമാർ കടന്നു വന്നതിലുള്ള സന്തോഷം അറിയിക്കുന്നു. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്നതിനായി ഈ ഓർമ്മ പെരുന്നാളിൽ ഇവിടെ ഒന്നിച്ച് ആയിരിക്കുന്നതിനായി ദൈവം നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് നാം ഇവിടെ കൂടുമ്പോൾ ബസ്ക്യോമ എന്ന വിളിക്ക് യോഗ്യമാവണ്ണം ജീവിക്കുന്നതിന്, പ്രവർത്തിക്കുന്നതിന് ഒക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഓർമ്മ പെരുന്നാളിൽ നമുക്ക് ഉണ്ടാകേണ്ടത്. പലപ്പോഴും ലോകത്തിൻ്റെതായ ഒരു രീതിയിൽ നമ്മുടെയൊക്കെ ജീവിതം നമ്മൾ ക്രമപ്പെടുത്തുമ്പോൾ അങ്ങനെയല്ല, ഒരു കൂട്ടുടമ്പടിക്കാരി എന്ന രീതിയിൽ സഭയോടും സമൂഹത്തോടും സഹജീവികളോടുമുള്ള ഉത്തരവാദിത്വം നമ്മെ ഓർമ്മിപ്പിക്കുന്നതിന് ഈ പെരുന്നാൾ നമുക്ക് സഹായമാവണം. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ജീവിതത്തിൽ പരിശുദ്ധ തിരുമേനി നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള നല്ല മാതൃകകളെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിച്ച് നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കുന്നതിന്, നമ്മുടെ ജീവിതം അതിനനുസരിച്ച് ദൈവം മുമ്പാകെ താഴ്ത്തി സമർപ്പിക്കുന്നതിന് ഒക്കെ നമുക്ക് ഇടയാകണം. പരിശുദ്ധനായ പരിമല തിരുമേനി തൻ്റെ ജീവിതത്തിലൂടെ എന്തൊക്കെ മൂല്യങ്ങൾ നമുക്ക് കാണിച്ചു തന്നുവോ, തൻ്റെ ജീവിതം തന്നെ നമുക്ക് സാക്ഷ്യമായി നൽകിയപ്പോൾ അതിനനുസരിച്ചുള്ള ജീവിതം ക്രമീകരിക്കണമെന്ന് നമ്മെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്ന ഈ പെരുന്നാളിൽ ഈ പരിഭാവനമായ ഖബറിങ്കൽ, പരിഭാവനമായ ഈ പള്ളിയുടെ അങ്കണത്തിൽ ഒക്കെ നാം ആയിരിക്കുമ്പോൾ ആ പരിശുദ്ധൻ്റെ മധ്യസ്ഥ നമുക്ക് അഭയമാകട്ടെ, നമുക്ക് അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, ഇടവക ജീവിതത്തിൽ, സഭയിലും സമൂഹത്തിലുമുള്ള നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ നാം ഏതൊക്കെ മേഖലയിലായിരിക്കുന്നുവോ അവിടെയൊക്കെ അനുഗ്രഹകരമായി നമ്മുടെ ജീവിതത്തെ ആക്കി തീർക്കുവാൻ പരിശുദ്ധന്റെ മധ്യസ്ഥത നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഈ സമ്മേളനം ഇവിടെ സമ്മേളനത്തിൽ നമുക്കായിരിക്കുവാൻ ദൈവം നൽകിയ അവസരത്തെ ഒരിക്കൽ കൂടി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒത്തിരി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട്
പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെതായ ഡ്യൂട്ടികളുമായൊക്കെ ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരൊക്കെയും അതിലൊക്കെ ആയിരിക്കുന്ന ഒരു സമയത്ത് ഇത്രയും ആളുകളെങ്കിലും കടന്നു വന്നു എന്നുള്ളതിൽ വലിയ സന്തോഷം രേഖപ്പെടുത്തുന്നു. കടന്നു വന്നവർക്ക് അനുഗ്രഹകരമായി പരിശുദ്ധ പരിമല തിരുമേനിയുടെ പെരുന്നാൾ ആയിത്തീരട്ടെ എന്ന് മാത്രം ആമുഖമായി ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഇന്ന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ആദരണീയനായ അഭിവന്ദ്യ നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പോലീത്ത തിരുമനസ്സുകൊണ്ടാണ്. അഖിലമലങ്കര ബസ്കോമ അസോസിയേഷന്റെ പ്രസിഡന്റായി ഇന്ന് സേവനമനുഷ്ഠിക്കുന്നത് തിരുമനസ്സാണ്. എങ്കിൽ പോലും വളരെ ആകസ്മികമായി അദ്ദേഹത്തിന് ഒരു യാത്ര പോകേണ്ടി വന്നു എന്നുള്ളത് കൊണ്ട് അഭിവന്ദ്യ തിരുമേനിമാർ തമ്മിൽ ആ പ്രോഗ്രാം ക്രമീകരിക്കുകയും അഭിവന്ദ്യ യൂഹാനോന്മാർ ക്രിസോസ്റ്റമോസ് തിരുമേനി ഇന്ന് നമ്മുടെ ഈ സമ്മേളനത്തിൽ എഴുന്നള്ളി വരികയുമാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇവിടെ നടക്കുന്ന എല്ലാ ബസ്കോമ അസോസിയേഷൻ സമ്മേളനങ്ങളിലും ഓർപ്പിക്കാറുണ്ട്, നമ്മുടെ ഒരു ഭാഗമായി തന്നെ, ഈ സംഘടനയുടെ തന്നെ ഒരു ഭാഗമായി, പ്രത്യേക ചുമതലയൊന്നും ഈ സംഘടനയ്ക്കില്ലെങ്കിലും ഇവിടെ ഏത് സമയത്ത് ബസ്കോമ അസോസിയേഷൻ യോഗം ചേർന്നാലും ആ യോഗത്തിൽ അഭിവന്ദ്യ തിരുമനസ്സ് ഉണ്ടായിരിക്കും. നമുക്കൊക്കെ ആവശ്യമായ നിർദ്ദേശങ്ങളും സഹായങ്ങളും സഹകരണവും നൽകിക്കൊണ്ട് എല്ലാവിധമായ സഹായങ്ങളും, പ്രത്യേകിച്ച് ഇവിടെ നടക്കുന്ന എല്ലാ ബസ്കോമ അസോസിയേഷന്റെ സമ്മേളനങ്ങൾക്കും, പ്രത്യേകിച്ച് പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിൽ ഇതിന്റെ മുഴുവൻ മേൽനോട്ടവും വഹിച്ചുകൊണ്ട് ഇതിന്റെ മുഴുവൻ ചുമതലക്കാരനായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ സമ്മേളനത്തിൽ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് എഴുന്നള്ളി വന്നിരിക്കുന്ന അഭിവന്ദ്യ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമേനിയെ വളരെ ആദരപൂർവ്വം ഇവിടെ ആയിരിക്കുന്ന ഏവരുടെയും പേരിൽ സവിനയം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ യോഗത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് ബസ്കോമ അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റായ പ്രൊഫസർ ഡോക്ടർ ജോർജ് മാത്യു അച്ഛനാണ്. ദീർഘനാളുകളായി ഈ സംഘടനയെ വളരെ ശക്തമായി നയിച്ചുകൊണ്ടിരിക്കുന്ന, നമുക്കറിയാം ഇവിടെ നടക്കുന്ന ആനുവൽ ക്യാമ്പ്, അതുപോലെ തന്നെ അടുത്ത ആഴ്ചയിൽ ബറോഡയിൽ നടക്കുന്ന മേഖലാ കോൺഫറൻസ്, ഇത് മാത്രമല്ല ഈ സംഘടനയുടെ ഏത് പ്രവർത്തനത്തിനും ആവശ്യമായ എല്ലാ നേതൃത്വവും നൽകി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വന്യ ജോർജ് മാത്യു അച്ഛനെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് യോഗത്തില് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ആദരണീയായ പ്രൊഫസർ ഡോക്ടർ സാറാമ്മ വർഗീസ് ടീച്ചറാണ്. ടീച്ചറിനെ സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് അനൽപമായ സന്തോഷമാണുള്ളത്. ഒരുപക്ഷെ ഞാനൊക്കെ ഈ സ്ഥാനത്ത് ആയിരിക്കുവാൻ, അല്ലെങ്കിൽ എൻ്റെയൊക്കെ വളർച്ചയിൽ നിർണായകമായ പങ്കുവഹിക്കുന്നതിന്, സ്വാധീനം ചെലുത്തുന്നതിന് സാധിച്ചിട്ടുള്ള ഒരു മഹിളാരത്നം. കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ അധ്യാപികയായി, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസറായിട്ട്, തുടർന്ന് കാതോലിക് കോളേജിലെ പ്രിൻസിപ്പാളായി, ഒരുപക്ഷെ ആദ്യ വനിതാ പ്രിൻസിപ്പാളായി കാതോലിക് കോളേജിൽ നേതൃത്വം കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ച മഹിളാരത്നം. ഇന്ന് അതിലൊക്കെ ഉപരിയായി സഭയ്ക്ക് അഭിമാനമായി ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ക്രിസ്ത്യൻ വിമന്റെ പ്രസിഡന്റ് എന്ന സ്ഥാനം വഹിച്ചുകൊണ്ട് ഒരു നല്ല പ്രഭാഷകയായി, ഒരു നല്ല വാഗ്മിയായി, നമുക്കറിയാം NCCയുടെ യോഗങ്ങളിലൊക്കെ ടീച്ചർ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ നമ്മളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. വളരെ അഭിമാനത്തോടുകൂടി സഭയ്ക്ക് ഇന്ന് എടുത്ത് കാണിക്കാവുന്ന ഒരു മഹിളാരത്നം എന്ന നിലയിൽ പ്രശോഭിച്ചുകൊണ്ടിരിക്കുന്ന ആദരണീയായ സാറാ മോറീസ് ടീച്ചറിനെ വളരെ സന്തോഷത്തോടുകൂടെ സവിനയം സ്വാഗതം ചെയ്യുന്നു. ആശംസാ പ്രസംഗം നടത്തുന്ന പരിമല സെമിനാരിയുടെ മാനേജരായി സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന വന്യ MC കുര്യാക്കോസ് അച്ഛൻ മാനേജരായതിനു ശേഷമുള്ള ആദ്യ പെരുന്നാളെന്ന നിലയിൽ, ആദ്യ ബസ്കോമ അസോസിയേഷന്റെ സമ്മേളനം എന്ന നിലയിലൊക്കെ നമുക്ക് വളരെയധികം കടപ്പാടുണ്ട്. ഇത്തവണ ഇതിൻ്റെ എല്ലാ ക്രമീകരണങ്ങൾക്കും വേണ്ട ചുക്കാൻ പിടിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഈ സമ്മേളനം
ക്രമീകരിക്കുന്നതിനൊക്കെ എല്ലാ നേതൃത്വവും നൽകി അച്ഛൻ പ്രവർത്തിച്ചപ്പോഴും എന്നെ വിളിക്കുകയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് യാതൊരു കുറവും ഉണ്ടായത് അച്ഛൻ്റെ പ്രതീക്ഷ ഇനി ഹോള് നിറയെ ബിസ്ക്യോമമാർ ഉണ്ടാകും എന്നായിരുന്നു. എന്നാൽ ബിസ്ക്യോമ അസോസിയേഷൻ ഇങ്ങനെയൊക്കെയാണ് എന്ന് ഞാൻ ബഹുമാനപ്പെട്ട അച്ഛനോട് സൂചിപ്പിക്കുകയുണ്ടായി. എല്ലാ നേതൃത്വവും നൽകി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആദരണീയനായ MC കുര്യാക്കോസ് അച്ഛനെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വന്യ വൈദിക ശ്രേഷ്ഠർ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വന്യ വൈദിക ശ്രേഷ്ഠരെ ഓരോരുത്തരെയും പേരെടുത്ത് പറയുവാൻ സമയം എടുക്കുന്നില്ല. ഇവിടെ ആയിരിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സഹകരണം, നിങ്ങളുടെ കൈത്താങ്ങലുണ്ടെങ്കിൽ മാത്രമേ ബിസ്ക്യോമമാർക്ക് ഇന്ന് സഭയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു കൈത്താങ്ങൽ, സഹായം പലപ്പോഴും എങ്ങും പോകണ്ട എന്ന് പറയുന്നതിന് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചമ്മയെ പറഞ്ഞുവിടുന്ന വൈദികരായി നമ്മുടെ എല്ലാ വൈദികരെയും തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വന്നിരിക്കുന്ന കൊച്ചമ്മമാര്, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ ഒരു ദിവസം ഒത്തിരി തിരക്കുകളുള്ള ദിവസമാണ്. പക്ഷേ ഇത്രയും പേര് ഇവിടേക്ക് കടന്നു വന്നു. വളരെ സന്തോഷപൂർവ്വം ഇവിടെ ആയിരിക്കുന്ന കൊച്ചമ്മമാര് നമ്മുടെ ബുദ്ധിമുട്ടിന് നമ്മളിന്ന് ഈ മാറ്റിവെച്ച സമയത്തിനൊക്കെ ദൈവം പ്രതിഫലം തരും. പരിശുദ്ധൻ്റെ മധ്യസ്ഥത നമുക്ക് അനുഗ്രഹകരമാകും എന്നതിന് സംശയമില്ല. എല്ലാ കൊച്ചമ്മമാരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി എവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിക്കുന്നത് നിരണം മദ്രാസനാധിപനും ഈ പ്രസ്ഥാനത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും നൽകി നമ്മെ നയിക്കുന്ന അഭിമന്യ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പോലീത്ത തിരുമനസ്സുകൊണ്ടാണ്. തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ബഹുമാന്യരായ വൈദികരി, ഇന്ന് മുഖ്യ സന്ദേശം നൽകുന്ന പ്രിയപ്പെട്ട സാറാമ്മ വർഗീസ്, ബഹുമാന്യരായ കൊച്ചമ്മമാരി, ഭാഗ്യമോ നിർഭാഗ്യമോ, പരിമലയിൽ വെച്ച് ഈ സമ്മേളനങ്ങൾ നടക്കുന്നത് കൊണ്ട് മുടങ്ങാതെ ഞാനും ഒരു നിറസാന്നിധ്യമായി ഇവിടെ പെട്ടുപോകുന്നു. ഈ സമ്മേളനം ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചമ്മമാർ ബഹുഭൂരിപക്ഷം പേരും ജോലിയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരവധി ഒഴിവ് ദിവസമല്ലാതെ സംഘടിപ്പിക്കപ്പെട്ടതിൽ എനിക്കും അമർഷമുണ്ട്. ഞാൻ ചോദിച്ചുറപ്പാക്കി ഏതായാലും ജെസ്സി കൊച്ചമ്മ ഈ പ്രാവശ്യം സ്ഥാനാർത്ഥി ഒന്നും അല്ല എന്നുള്ളത്. അതുകൊണ്ട് ഈ പഞ്ചായത്ത് ഇലക്ഷൻ വക്കിൽ വന്ന് നിൽക്കുന്ന സമയത്ത് വേറെ കൊച്ചമ്മമാർ വല്ലതും സ്ഥാനാർത്ഥികളാണോ എന്ന് ഇതുവരെ അറിഞ്ഞില്ല. ഇപ്പം ഏതായാലും സ്ത്രീ ശാക്തീകരണമൊക്കെ വന്ന് അത് പഞ്ചായത്ത് ഇലക്ഷനൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ സ്ത്രീകളാണല്ലോ സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കുന്നത്. നല്ലതായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ അധികം സമയം എടുക്കുകയില്ല. എനിക്കൊരു 11 മണിക്കെങ്കിലും ഇവിടെ നിന്നൊരു ചെറിയ ആവശ്യത്തിന് പുറത്തുനിന്ന് പോകേണ്ടതായിട്ടുണ്ട്. ഈ ദിവസങ്ങളിലെല്ലാം നടന്ന സമ്മേളനങ്ങളിൽ എനിക്ക് പങ്കാളിയാകേണ്ടി വന്നിട്ടുണ്ട്. അപ്പം പരിശുദ്ധനായ പരിമല തിരുമേനിയെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ടും ആവർത്തിച്ച് പറയാൻ ഞാൻ നിർബന്ധിതനായി തീരുകയായിരുന്നു. ഇന്നലെ മർത്തമറിയം സമാജത്തിൽ ഞങ്ങളുടെ കൊച്ചമ്മ മാത്രമേ ഉണ്ട്. ഇന്നലെ കൊച്ചമ്മ അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? കാണാൻ വഴിയില്ല. ഈ നെൽസൺ മണ്ടേലയുടെ ജീവിതത്തിൽ ഉത്തമമായ വ്യക്തിത്വത്തിന്, ഫോർ എ ഗുഡ് പേഴ്സണാലിറ്റി, അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന 3 കാര്യങ്ങൾ ഇൻ ടെലഗ്രാഫിക് വേർഡ്സ്, അത് പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ജീവിതവുമായിട്ട് നോക്കുമ്പോൾ അതും ഒരു വലിയ സന്ദേശമായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ 3 കാര്യങ്ങൾക്കും ഞാനൊരു വേദപുസ്തക അടിസ്ഥാനം കണ്ടെത്തുന്നത് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ്റെ ഫിലിപ്പിയ ലേഖനത്തിൽ നിന്നും ആയിരിക്കും. മറ്റ് ലേഖനങ്ങളിലില്ല എന്ന് ഞാൻ പറയുന്നില്ല. ലേഖനങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ലേഖനം ഫിലിപ്പിയ ലേഖനമാണ്. കാരണം അതൊരു
വലിയ ഭാഷയുടെ സാഹിത്യത്തിൻ്റെയും ദൈവശാസ്ത്രത്തിൻ്റെയും ഒന്നും വലിയ കസർത്തുകളൊന്നും ഫിലിപ്പിയ ലേഖനത്തിൽ അധികം കാണുന്നില്ല. അതുകൊണ്ടാണ് ഈ ഫിലിപ്പിയ ലേഖനത്തെ ദ മോസ്റ്റ് ലവ്ലിയസ്റ്റ് ലെറ്റർ എന്ന് വിളിക്കുന്നത്, ഏറ്റവും ഹൃദ്യമായ ലേഖനം എന്ന് വിളിക്കുന്നത്. അത് വായിക്കും തോറും നമ്മൾക്ക് ധാരാളം നവങ്ങളായിട്ടുള്ള ചിന്തകളും ആശയങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ലേഖനമാണ്. ഇത് കൂടുതൽ ഹൃദ്യമായിരിക്കാനുള്ള കാരണം പൗലോസ് അപ്പോസ്തലന് നമ്മുടെ സ്വാഭാവിക സാധാരണ ജീവിതത്തിൽ ഹൃദ്യമായി നമ്മൾ കൂടുതൽ ഇടപെടുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരോടായിരിക്കും എന്ന എൻ്റെ ഒരു വിചാരം. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ദൈവിക ശുശ്രൂഷ ജീവിതത്തിൽ ഏറ്റവും കടപ്പെട്ടിരിക്കുകയും തന്നെ ഏറ്റവും കൈത്താങ്ങൽ തനിക്ക് നൽകുകയും ചെയ്ത ഒരു സഭയോട് സംസാരിക്കുമ്പോൾ ഈ കടപ്പാടുകളും ഈ അടുപ്പങ്ങളും എല്ലാം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അത് വളരെ ഹൃദ്യമായിട്ടാണ് അദ്ദേഹം സംവേദിക്കുന്നത്. അപ്പോൾ വ്യക്തിത്വത്തിന് അത് കൂടുതൽ ശോഭാപൂർവമാക്കി തീർക്കാനുള്ള 3 കാര്യങ്ങൾ, അമൂല്യമായ ജീവിത പാഠങ്ങൾ എന്നുള്ള ചിന്തയിൽ നിന്ന്, ഒന്ന്, എൻ്റെ വിജയങ്ങളെ നോക്കിയല്ല, പിന്നെയോ എൻ്റെ പല വീഴ്ചകളെയും അവയിൽ നിന്ന് ഞാൻ എപ്രകാരം എഴുന്നേറ്റ് ജീവിതത്തിൽ മുന്നേറി എന്നതിനെ നോക്കിയാണ് എന്നെ വിലയിരുത്തേണ്ടത് എന്ന് ആഫ്രിക്കൻ ഗാന്ധി എന്ന് വിശേഷിപ്പിക്കുന്ന നെൽസൺ മണ്ടേല പറയുന്നുണ്ട്. ഇന്ന് പൊതുവെ എല്ലാം വെട്ടിപ്പിടിക്കാനും നേടിയെടുക്കാനും വിജയത്തിൻ്റെ ഉന്നത ശൃംഗത്തിലെത്താനുമുള്ള ഒരു ശ്രമമാണ്. ഞാൻ മർത്തമറിയം സമാജത്തിൻ്റെ ഒരു മേഖലാ സമ്മേളനത്തിൽ തിരുക്കുടുംബത്തെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ ജോസഫിനെ കുറിച്ചുള്ള പറഞ്ഞു. തിരുക്കുടുംബത്തിലെ ഗൃഹനാഥനായ ജോസഫ്. അപ്പോൾ ജോസഫിൻ്റെ അക്ഷരങ്ങൾ ഇംഗ്ലീഷിൽ എഴുതിയാലുള്ള അതിൻ്റെ ഒരു എക്സ്പാൻഷൻ JOSE. അപ്പോൾ ഞാൻ ഓരോന്ന് ചോദിച്ചപ്പോൾ ആ യോഗത്തിലിരുന്ന പലരും പറഞ്ഞു, ഈ എന്നുള്ളത് എന്തിനെ കുറിക്കുന്നു എന്ന് നിങ്ങൾക്ക് പറയാമെന്ന് ചോദിച്ചാൽ, മുമ്പിലിരുന്നൊരു ആൺകുട്ടി, അവന് അമ്മയുടെ കൂടെ വന്നതാണ്, ഒരു കൊച്ചു കുഞ്ഞ്, അവൻ എഴുന്നേറ്റ് പറഞ്ഞു എഫിഷ്യൻസി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, മോനെ നീ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇന്ന് പറന്നു വീഴുന്ന ഉടനെ മുതലേ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു ഓറിയൻറ്റേഷൻ, ഒരു സമ്മർദ്ദം, പ്രേരണ ടു ബി മോർ എഫിഷ്യൻറ്റ്, എല്ലാ കാര്യത്തിലും എഫിഷ്യൻ്റ് ആയിരിക്കുക. അത് എഫിഷ്യൻസി ഒരു വിജയത്തിന് വേണമെങ്കിലും നെൽസൺ മണ്ടേലയുടെ ജീവിതത്തിൽ അദ്ദേഹം പറയുന്നത്, എൻ്റെ വിജയങ്ങളെ നോക്കിയല്ല എന്നെ നിങ്ങൾ വിലയിരുത്തേണ്ടത്. എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരാജയങ്ങളും ആ പരാജയങ്ങളിൽ നിന്ന് ഞാൻ പഠിക്കുന്ന പാഠങ്ങളും അതിൽ നിന്ന് ഞാൻ വീണ്ടും എഴുന്നേൽക്കുന്നതും അത് നോക്കിയാണ് എൻ്റെ ജീവിതത്തെ വിലയിരുത്തേണ്ടത്. പലരും സ്വകാര്യ സംഭാഷണത്തിൽ ഞാൻ ഒന്നിനും കൊള്ളില്ല, എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഞാൻ ചെയ്യുന്നതൊന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. നമ്മുടെ മുമ്പിൽ പല വ്യക്തിത്വങ്ങളും നോക്കുമ്പോൾ അവരുമായിട്ടൊക്കെ നോക്കുമ്പം ഞാൻ ഒന്നുമില്ല എന്നൊക്കെയുള്ള ഒരു ചിന്ത, അത് കൂടുതൽ വിനയപ്പെടാൻ നല്ലതാണെങ്കിലും അത് നമ്മുടെ പേഴ്സണാലിറ്റിയെ ദോഷമായിട്ടേ ബാധിക്കുകയുള്ളൂ. അപ്പോൾ നെൽസൺ മണ്ടേല പറയുന്നത്, എൻ്റെ വിജയങ്ങൾ നോക്കിയല്ല. പലപ്പോഴും നമ്മൾ ഈ വെട്ടിപ്പിടിക്കുന്ന ഇന്നത്തെ തലമുറയുടെ ഒരു സ്വാധീനമാണ്. അത് ഈ ഉദാരവൽക്കരണവും കമ്പോളവൽക്കരണവും ഒക്കെ വന്നു കഴിഞ്ഞ് ഉള്ള ഒരു നമ്മുടെ ഒരു സ്വാധീന ഘടകമാണ്. എല്ലാം വെട്ടിപ്പിടിക്കുക, വാരിക്കൂട്ടുക എന്നുള്ളത്. 1800 യുവാക്കന്മാരെ 18 പട്ടണങ്ങളിൽ വെച്ച്, അത് അടുത്തടുത്ത പട്ടണങ്ങളല്ല, സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന റാൻഡം സെലക്ഷൻ പോലെ നടത്തി 18 പട്ടണങ്ങൾ തിരഞ്ഞെടുത്തിട്ട് 1800 യുവാക്കളോട് ചോദിച്ചു, വാട്ട്സ് ദ എയിം ഓഫ് ഓർ ഗോൾ ഓഫ് യുവർ ലൈഫ്?
നിങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യമെന്താ? 98% ആൺകുട്ടികളുമുണ്ട്, പെൺകുട്ടികളുമുണ്ട്. പറഞ്ഞ മറുപടി ഞങ്ങൾക്ക് എളുപ്പത്തിൽ പണക്കാരാകണം എന്ന്. വീണ്ടും അവരോട് ചോദിച്ച രണ്ടാമത്തെ ചോദ്യം, ടെൽ us the concept of family. ഞങ്ങളോട് പറ, കുടുംബത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്ത എന്താ, ധാരണ എന്താ? അവർ പറഞ്ഞ മറുപടി മാൻ, വുമൺ, ചൈൽഡ്, കാർ. അവർ പറഞ്ഞില്ല ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറഞ്ഞില്ല. മാൻ, വുമൺ, ചൈൽഡ് എന്ന് പറഞ്ഞാൽ സിംഗുലറാ. കുട്ടികളില്ല, കുട്ടി. പിന്നെ അതിന് സമാനമായിട്ട് വിലയുള്ളതാ കാറും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള നോക്ക എത്രമാത്രം ഈ കുടുംബ സങ്കല്പങ്ങൾ ശുഷ്കിച്ചു പോകുകയാണ്. ഇതിൻ്റെ ഈ നവ കുടുംബധാരണയുടെ പരിധിക്ക് പുറത്ത് അപ്പനും അമ്മയ്ക്കും എവിടെ സ്ഥാനം? പരിധിക്ക് പുറത്താണ്. സഹോദരങ്ങൾ എന്ന് പറയുന്ന, കൂടപ്പുറപ്പ് എന്നൊക്കെ പറയുന്ന ചിന്ത എവിടെ? പരിധിക്ക് പുറത്ത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സ്വാധീനങ്ങളിൽ വിജയത്തിന് ഉള്ള പുതിയ പുതിയ സ്വാധീനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ ഒന്നിലധികം കുട്ടികളുള്ളവർ ഒരുപക്ഷെ ഇന്നത്തെ സമൂഹത്തിന് മുമ്പിൽ ഒരു പരാജയമായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള സ്വാധീനങ്ങൾ ഏറി വരുന്നു. നെൽസൺ മണ്ടേല പറയുന്നു, എൻ്റെ വിജയത്തെ നോക്കിയല്ല, എൻ്റെ പരാജയങ്ങളെ നോക്കിയും ആ പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കണം. അതിൽ നിന്ന് ഞാൻ എങ്ങനെ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച്. അതിന് ഞാൻ പൗലോസ് അപ്പസ്തോലൻ്റെ ഫിലിപ്പിയ ലേഖനത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന വാക്യം 1-ാം അധ്യായം 20-ാമത്തെ വാക്യമാണ്. 1:20. അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ, അതിന് വേറൊരു പരിഭാഷയുണ്ട്, ഞാൻ ഒന്നിലും നിരാശപ്പെട്ടു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട്. അവസാനം ആ വാക്യത്തിൻ്റെ അവസാനം പറയുന്നു, ക്രിസ്തു എന്നിൽ മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഒരു പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും. ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ, ഞാൻ ഒന്നിലും നിരാശപ്പെട്ടു പോകാതെ. മറ്റ് കുടുംബങ്ങളും ജീവിതങ്ങളും ആയിട്ടൊരു വൈദികന്റെ കുടുംബവും ജീവിതവും ഒക്കെ തട്ടിച്ചു നോക്കുമ്പോൾ ധാരാളം പരിമിതികൾ കണ്ടേക്കാം, പരിധികളും പരിമിതികളും ഒക്കെ കണ്ടേക്കാം. പക്ഷെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ, പ്രതീക്ഷയും പ്രത്യാശയും. രണ്ടാമത്, അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവിത അനുഭവത്തിൽ നിന്ന് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന, നെൽസൺ മണ്ടേല മുന്നോട്ട് വെക്കുന്ന ഒരാശയമാണ്, ഡിഫിക്കൽട്ടീസ് ബ്രേക്ക് സം പീപ്പിൾ ബട്ട് മേക്ക് അതേഴ്സ്. കഷ്ടതകൾ ചിലരെ തകർക്കും, ചിലരെ അത് വാർക്കും. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ജീവിതം എന്ന് പറയുന്നത് ട്രബിൾ ഫ്രീ ആൻഡ് എ പ്രോബ്ലം ഫ്രീ ഓർ എ പെയിൻ ഫ്രീ ലൈഫാണ്. പ്രശ്നങ്ങളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, വേദനകൾ ഇല്ലാത്ത ഒരു ജീവിതമാണ്. ഇന്നലെ മർത്തമറിയം സമാജത്തിൻ്റെ ഞാൻ പറഞ്ഞ പരിശുദ്ധനായ പരിമല തിരുമേനിയെക്കുറിച്ചായിരുന്നു മുഖ്യ പ്രഭാഷണം. നല്ല ഭംഗിയായിട്ട് ഞങ്ങളുടെ ഒരു അച്ഛൻ്റെ മകളാണ് അത് പറഞ്ഞത്. അത് പറഞ്ഞ് ഞാൻ അതിൻ്റെ അവസാനമായിട്ട് ഉപസംഹരിച്ചത്, പരിശുദ്ധനായ പരിമല തിരുമേനിയെ ശ്രേഷ്ഠമാക്കിയ ഘടകങ്ങൾ പ്രാർത്ഥനയുണ്ട്, നോയമ്പുണ്ട്, ഉപവാസമുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ അതിനേക്കാൾ ഒന്നാമത് എന്നുള്ളത് തിരുമേനി അനുഭവിച്ച കഷ്ടതകളും വേദനകളും പ്രയാസങ്ങളും ആയിരുന്നു. 2-ാമത്തെ വയസ്സിൽ തിരുമേനിയുടെ അമ്മ മരിക്കുന്നു. കൈക്ക് പിടിച്ച് നടത്തേണ്ട കരങ്ങളും ചോറ് വാരി കൊടുക്കേണ്ട കരങ്ങളും എല്ലാ കാര്യങ്ങളിൽ ഇല്ലേ ഒരു അമ്മയുടെ സാന്നിധ്യം. 2 70 വയസ്സായാലും ഒരു അമ്മയുണ്ടെങ്കിൽ നല്ലതേ എന്നുള്ളതാ ഇല്ലേ. ഒന്നുമല്ലെങ്കിൽ ആരും ആവശ്യപ്പെടാതെ തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരാളുണ്ടാകുക. വേദന വന്നാലും അറിയാതെ ഇപ്പോഴും ഞാനും പലപ്പോഴും വിളിച്ചു പോകുന്ന ഈ ഓപ്പറേഷനൊക്കെ നടത്തുന്ന സമയത്ത് അയ്യോ എൻ്റെ അമ്മേ എന്നാണ്. അപ്പം അങ്ങനെയുള്ള ഒരു അമ്മയുടെ വേർപാട് 2-ാമത്തെ വയസ്സിൽ ഏറ്റുവാങ്ങുന്നു.
മാരകമായ രോഗം തിരുമേനിയെ ബാധിക്കുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞു, ഞങ്ങൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ക്രിക്കറ്റുമില്ല, അങ്ങനെയുള്ള കളികളൊന്നുമില്ല. കുട്ടിയും കോലും കുഴിപ്പന്തും ഒക്കെയാണ് ഞങ്ങളുടെ കളി. അപ്പം ഈ കുഴിപ്പന്ത് കളിക്കാൻ വേണ്ടി ഞങ്ങൾ കളിക്കുന്നവരുടെ എണ്ണത്തിനൊത്ത് കുഴി ഉണ്ടാക്കും അടുത്തടുത്ത. എന്നിട്ട് അതിൻ്റെ പുറത്തുകൂടെ ഒരു പന്ത് ഉരുട്ടും. ആരുടെ കുഴിയിൽ പന്ത് വീഴുന്നു ആ ആളെടുത്ത് കിട്ടുന്നവനിട്ട് എറിയുക എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ആ പന്തിൻ്റെ ഗതി ഒന്ന് നോക്ക്. ഒരു കുഴിയിൽ നിന്ന് കയറുമ്പോൾ അടുത്ത കുഴിയിലേക്ക്. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ജീവിതത്തിൽ നോക്കിയാൽ ഒരു കുഴിയിൽ നിന്ന് കയറിയാൽ അടുത്ത കുഴിയിലേക്കാണ്, വീണ്ടും അടുത്ത കുഴിയിലേക്ക്, ഇങ്ങനെ ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട്. അവസാനം തിരുമേനി അനുഭവിച്ച വേദനകളും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ഞാൻ പരാമർശിക്കുകയുണ്ടായി. അപ്പം കഷ്ടതകൾ, പ്രയാസങ്ങൾ ചിലരെ തകർക്കും. പക്ഷെ അത് ദൈവമക്കളെ അത് വാർക്കുന്ന ഒന്നായിരിക്കണം. ഞാനൊരു ഉദാഹരണം കൂടി ഇന്നലെ പറഞ്ഞു. നമ്മൾ ഈ മുത്ത് മാലയിൽ ഉപയോഗിക്കുന്ന വിലപ്പെട്ട മുത്ത്, അതുണ്ടായി വരുന്നത് മുത്തുച്ചിപ്പിയെ കുറിച്ച് ഞാൻ വായിക്കുകയോ കേൾക്കുകയോ ചെയ്ത. മുത്തുച്ചിപ്പി കടലിൻ്റെ അടിയിൽ കിടക്കുന്ന ഒന്നാണ്. അതിൻ്റെ തോടിനകത്ത് മണൽത്തരികൾ കയറും. അകത്ത് കയറിയ മണൽത്തരികളെ വെളിയിലേക്ക് തള്ളാനുള്ള അതിൻ്റെ ഒരു അതിജീവനത്തിൻ്റെ പ്രക്രിയയുണ്ട്. ആ അതിജീവനത്തിൻ്റെ പ്രക്രിയയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളതിനെ, മുത്തിനെ കൂടുതൽ ശോഭാപൂരിതമാക്കി തീർക്കുന്നത് എന്ന്. നമ്മുടെ ജീവിതത്തെ ഞെരുക്കാനായി ലോകത്തിൻ്റെയും സാഹചര്യത്തിൻ്റെയും ചുറ്റുപാടുകൾ പലതുണ്ടാകാം. അതൊന്നിൻ്റെ പുറകെ ഒന്നായിട്ടുണ്ടാകാം. ജീവിതത്തെ വീർപ്പ് മുട്ടിക്കാം. കണ്ണ് തോരാതെ കണ്ണിനെ നനച്ചുകൊണ്ടേ ഇരിക്കാം. പക്ഷെ അതിന് അവിടെ ഒരു അതിജീവനത്തിൻ്റെ, ഈ പ്രതിസന്ധിയിൽ നിന്ന് എഴുന്നേക്കാനായിട്ടുള്ള ഒരു അതിജീവനത്തിൻ്റെ ഉള്ള ഒരു പരിശ്രമം. അത് ഇന്നലെ പ്രസംഗിച്ച കുട്ടി പറഞ്ഞു, അധ്വാനിക്കുമ്പോഴാണ് സൗന്ദര്യം വർദ്ധിക്കുന്നത് എന്ന്. അപ്പോൾ ഈ കഷ്ടത നമ്മുടെ ആത്മീക സൗന്ദര്യത്തെ വളരെ മനോഹാരിതമാക്കി തീർക്കുന്നുണ്ട്. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ജീവിത അനുഭവം അത് തന്നെയാണ്. ഡിഫിക്കൽട്ടീസ് ബ്രേക്ക് സം പീപ്പിൾ ബട്ട് ഇറ്റ് മേക്ക് അതേഴ്സ്. കഷ്ടതകൾ ചിലരെ തകർക്കും, ചിലരെ അത് വാർക്കും. മൂന്നാമത്, നെൽസൺ മണ്ടേലയുടെ ജീവിത അനുഭവത്തിൽ നിന്ന് അദ്ദേഹം, വെറുക്കാൻ മനുഷ്യർക്ക് പഠിക്കാമെങ്കിൽ സ്നേഹിക്കുവാനും പഠിക്കുന്നത് അതിലും എത്ര എളുപ്പമാണ്. കാരണം മനുഷ്യ ഹൃദയത്തിൽ സ്വാഭാവികമായി ഉയരുന്ന വികാരം സ്നേഹത്തിൻ്റെതാണ്. മനുഷ്യർക്ക് വെറുക്കാൻ പഠിക്കാമെങ്കിൽ സ്നേഹിക്കാനും സാധിക്കുമെന്ന് പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ദിവ്യ മൊഴികളിൽ തിരുമേനി നടത്തിയൊരു പ്രസ്താവന, സമസൃഷ്ടങ്ങളെ, സമജീവികളെ സ്നേഹിക്കാൻ കഴിയുക എന്നുള്ളത്. അത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിലും പ്രമാണങ്ങളിലും ഒന്നാണ്. സാധാരണക്കാരായ മനുഷ്യർക്ക് അത് അടിസ്ഥാന ഘടകമാണെങ്കിൽ എന്നെയും നിങ്ങളെയും നമ്മളെപ്പോലെയുള്ളവർക്ക് അത് എത്രമാത്രം കൂടുതലായിട്ട് ഉണ്ടാകണം. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കട്ടെ എന്ന് വിനയപൂർവ്വം ഓർപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. ഞാൻ പോകുവാൻ എന്നെ അനുവദിക്കുകയും ചെയ്യും. അഭിമന്യ പിതാവിന്റെ അനുഗ്രഹ വചസ്സുകൾക്ക് തൃപ്പാദങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ആശംസകൾ അർപ്പിക്കുന്നതിനായി പരിമല സെമിനാരി മാനേജർ MC കുര്യാക്കോസ് അച്ഛനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അഭിമന്യ തിരുമേനി, വന്യവൈദിക ശ്രേഷ്ഠരെ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, സ്നേഹം നിറഞ്ഞ കൊച്ചമ്മമാരെ, തിരുമേനി അവസാനം പറഞ്ഞു വച്ചത് പരിശുദ്ധനായ പരിമല തിരുമേനി സമസൃഷ്ടികളെ സ്നേഹിച്ചു എന്നാണ്. തിരുമേനിയുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സമസൃഷ്ടികളുടെ പ്രയാസവും പ്രശ്നങ്ങളും സ്വന്തം പ്രയാസങ്ങളും ദുഃഖങ്ങളുമായിട്ട് കണ്ടുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വലിയൊരു അനുഭവം കാണുവാനായിട്ട് സാധിക്കും. പലപ്പോഴും തിരുമേനിയുടെ ജീവിതത്തിൽ ഈ രീതിയിലുള്ളതായ ഒരു ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഇങ്ങനെയുള്ളതായ ദിവ്യമായ സ്വഭാവമാണ്
തിരുമേനി വാങ്ങിപ്പോയതിന് ശേഷം അല്ലെങ്കിൽ കടന്നു പോയതിന് ശേഷം ദൈവസന്നിധിയിൽ എത്തിച്ചേർന്നും ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പരിശുദ്ധൻ്റെ പെരുന്നാൾ സംബന്ധിക്കുമ്പോഴും ഈ ആഘോഷങ്ങളിൽ സംബന്ധിക്കുമ്പോഴുമൊക്കെ വിശുദ്ധി നിറഞ്ഞ നമ്മുടെ ജീവിതത്തോട് പരിശുദ്ധനായ പരിമള തിരുമേനിയുടെ ജീവിതവുമായിട്ട് ചേർത്ത് വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ വിശുദ്ധി എത്ര കുറവാണ്, നമ്മൾ എത്രമാത്രം സമസൃഷ്ടികളുടെ ദുഃഖവും പ്രയാസങ്ങളും സ്വന്തം പ്രയാസങ്ങളായി കണ്ടുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നിലനിൽക്കുന്നത്. എന്നാൽ പരിശുദ്ധന്മാരുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് പരിശുദ്ധനായ പരിമള തിരുമേനിയുടെയും പാമ്പാടി തിരുമേനിയുടെയും മറ്റു പിതാക്കന്മാരുടെയും ഒക്കെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ അവർ ജീവിച്ചിരുന്നപ്പോൾ തന്നെ അവർക്ക് ദിവ്യമായ ഈ ഒരു ഗുണമുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, നമുക്കും സമസൃഷ്ടികളെ സ്നേഹിക്കുവാനും അവരുടെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ നമ്മളും ഏറ്റെടുക്കുമ്പോഴാണ് നമുക്കും ദിവ്യമായ ആ സ്വഭാവത്തിൻ്റെ അനുഭവത്തിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലേക്കും ഒക്കെ കടന്നു പോകാനായിട്ട് സാധിക്കുന്നത്. എല്ലാവിധ പ്രാർത്ഥന ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വിസ്ഡം അസോസിയേഷന് സുധീരമായ നേതൃത്വം നൽകി നമ്മെ നയിക്കുന്ന വൈസ് പ്രസിഡന്റ് വന്ദനായ പ്രൊഫസർ ജോർജ് മാത്യു അച്ഛനെ അധ്യക്ഷ പ്രസംഗത്തിനായി സവിനയം ക്ഷണിക്കുന്നു. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാന്യനായ MC കുറിയാക്കോസ് അച്ഛ, ഇന്നത്തെ മുഖ്യ പ്രഭാഷകയായിരിക്കുന്ന ഡോക്ടർ സാറാമ്മ വർഗീസ്, പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീമതി ജെസ്സി വർഗീസ് കൊച്ചമ്മ, വേദിയിലും സദസ്സിലുമായി ഉപവിഷ്ടരായിരിക്കുന്ന വൈദിക സഹോദരങ്ങളെ, പ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ബേബിക്കുട്ടി കൊച്ചമ്മ, ട്രഷറർ കൊച്ചമ്മ, അതുപോലെ തന്നെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന കൊച്ചമ്മമാരെ ദൈവനാമത്തിൽ വന്ദനം. അഖിലമലങ്കര ബസ്കിയാമ്മ അസോസിയേഷൻ വർഷത്തിൽ 2 പ്രാവശ്യം പെരുമല സെമിനാരിയിൽ കൂടുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കുന്നു. ആ പരിശുദ്ധൻ്റെ ദിവ്യമായ സാന്നിധ്യം നമ്മുടെ മനസ്സിൽ സാംശീകരിച്ചുകൊണ്ട് ഇവിടെ വരുവാനും അനുഗ്രഹകരമായ ആ ദിവ്യ സാന്നിധ്യം ഉള്ളിടത്ത് കുറേ സമയമെങ്കിലും ചെലവഴിക്കുവാനും അതിൽ സന്തോഷം കണ്ടെത്തുവാനും കുറേ പേരെങ്കിലും സന്നദ്ധരാകുന്നു എന്ന് കാണുന്നത് വളരെ സന്തോഷകരമാണ്. ഇലക്ഷൻ്റെ സമയമൊക്കെ ആയതുകൊണ്ട് ഒരുപക്ഷെ അല്പം ആളുകൾ കുറഞ്ഞുപോയി എങ്കിലും സമ്മേളനം അനുഗ്രഹകരമായി നടക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ അനുവദിക്കുന്നു. ദൈവനാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. പ്രത്യേകിച്ചും ക്രിസ്തോസ് തിരുമേനി വളരെ ശ്രദ്ധേയമായ വചനങ്ങൾ നമ്മോട് അറിയിച്ചു. ആ വചനങ്ങൾക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സന്തോഷത്തിൽ മാത്രമല്ല, ദുഃഖത്തിൻ്റെ സന്ദർഭത്തിലും വേദനയുടെ സന്ദർഭത്തിലും സൃഷ്ടാവായ ദൈവത്തിന് ഓരോ കാര്യങ്ങളിലും ഒരു പദ്ധതിയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ച് മുന്നോട്ട് പോകുവാൻ ഉള്ളതായ നമ്മുടെ വിളിയെ മനസ്സിലാക്കി ജീവിപ്പാൻ തക്കവണ്ണം നമുക്കിടയാകണമെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ ശ്രേഷ്ഠ പുരോഹിതന്മാരോട് ചേർന്ന് ഉടമ്പടിയുടെ അനുഭവത്തിൽ ജീവിപ്പാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടിരിക്കുന്ന കൊച്ചമ്മമാരുടെ ദൗത്യവും ഒട്ടും ചെറുതല്ല, അത് മഹത്തരമാണ് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇങ്ങനെയുള്ള സമ്മേളനങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഉപകരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2 വ്യത്യസ്ത തരത്തിലുള്ള കൊച്ചമ്മമാരുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അത് പഴയ നിയമത്തിൽ നമ്മൾ ഈ ശിംശോന്റെ കഥ എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കാം. വെള്ളിപ്പണത്തിന് വേണ്ടി ഒറ്റുകൊടുത്തതായ 3 സന്ദർഭങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. അതിലാദ്യത്തേത് നമുക്കൊക്കെ അറിയാം. ഏതാ? യൂദ ലോകരക്ഷകനായ ക്രിസ്തുവിനെ സ്വന്തം ഗുരുവിന് 30 വെള്ളിക്കാശിന് വേണ്ടി ഒറ്റിക്കൊടുത്തു. രണ്ടാമത്തേത് ഏതാ? പഴയ നിയമത്തിൽ യൗസേപ്പിന്റെ സഹോദരന്മാർ എന്ത് ചെയ്തു? യൗസേപ്പിനെ ഒറ്റിക്കൊടുത്തു. മിസ്രൈമ്യർക്ക് എത്ര വെള്ളിക്കാശിനായി വിറ്റത്? 20 വെള്ളിക്കാശിന് വിറ്റ് കളഞ്ഞു. മൂന്നാമത്തേത് ആരെങ്കിലും പെട്ടെന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മൂന്നാമത്തേത് ശിംശോന്റെ കഥയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദലീല എന്ന് പറയുന്ന
ഒരു സ്ത്രീയെ അവരുടെ അടുത്ത് ഫെലിസ്തീയ പ്രഭുക്കന്മാർ വന്ന് പറയുന്നുണ്ട്, ശിംശോനെ അവൻ്റെ യഥാർത്ഥ ആ ശക്തിയുടെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് നീ ഞങ്ങൾക്ക് പറഞ്ഞു തരേണം. അങ്ങനെ പറഞ്ഞു തന്നാൽ ഞങ്ങൾ നിനക്ക് എത്ര വെള്ളിക്കാശ് തരാം? ഞങ്ങൾ ഓരോരുത്തരും 1100 വെള്ളിക്കാശ് വീതം നിനക്ക് തരാം എന്ന് പറഞ്ഞു. ഈ ദലീല എന്ന് പറയുന്ന സ്ത്രീയെ ഒരു കൊച്ചമ്മ എന്ന് വിളിക്കുന്നത് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അങ്ങനെ വിളിച്ചാലും വലിയ കുഴപ്പമില്ലെന്നും എനിക്ക് ചിലപ്പം തോന്നാറുണ്ട്. കാരണം ആദ്യ ന്യായാധിപനായിരുന്ന ആരാ? ശമൂവേൽ പ്രവാചകനും പുരോഹിതനുമായിരുന്നു. ഈ ശമൂവേൽ പ്രവാചകന്റെ പിൻഗാമിയായിട്ട് വന്ന ഒരു ഇസ്രായേലിലെ ഒരു ന്യായാധിപനായിരുന്നു ഈ ശിംശോൻ ദലീല എന്ന് പറയുന്ന ഒരു ഫെലിസ്തീയ കന്യകയെ വിവാഹം ചെയ്തു. അത് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട ഒരു പരിപാടി തന്നെയായിരുന്നു. ഈ ദലീല എന്ന് പറയുന്ന ശിംശോന്റെ പത്നി എന്തു ചെയ്തു? അവരുടെ വിളി മറന്നുപോയി. അവരുടെ വിളി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശ്രേഷ്ഠ ന്യായാധിപനായിരിക്കുന്ന ശിംശോനോട് ചേർന്ന് ഇസ്രായേൽ ഗ്രഹത്തെ ഭരിക്കുവാൻ തക്കവണ്ണം, അതിന് വേണ്ടതായ കൈത്താങ്കൽ കൊടുക്കുവാൻ തക്കവണ്ണം വിളി ലഭിച്ചതായ, തനിക്ക് ഒരിക്കലും അർഹതയില്ലാത്ത സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട ദലീല എന്ന് പറയുന്ന ഈ സ്ത്രീയെ എന്തു ചെയ്തു? ഫെലിസ്തീയ പ്രഭുക്കന്മാര് ദലീലയുടെ അടുത്തു വന്ന് പറയുന്നുണ്ട്, അവന്റെ ശക്തി നീ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തന്നാൽ ഞങ്ങൾക്കവനെ പിടികൂടാം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഓരോരുത്തരും 1100 വെള്ളിക്കാശ് വീതം നിനക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഈ സ്ത്രീയെ പണത്തിന്റെ, നമ്മൾ പറയല്ലോ ചിലരുടെ കണ്ണ് മഞ്ഞളിച്ചു പോകും. ധനത്തെക്കുറിച്ച് കേട്ടപ്പോൾ ഈ സ്ത്രീയുടെ കണ്ണ് മഞ്ഞളിച്ചു പോയി. അവര് ഈ ശിംശോന്റെ ശക്തി എന്താണെന്ന് വളരെ തന്ത്രപൂർവം അദ്ദേഹത്തിൽ നിന്നും ഗ്രഹിച്ച് അദ്ദേഹത്തെ ഒറ്റുകൊടുക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നാം ഓരോരുത്തരും ഓർക്കണം, ധനത്തിനു വേണ്ടി, പദവിക്ക് വേണ്ടി, ഈ ലോക സുഖങ്ങൾക്ക് വേണ്ടി, ലൗകികമായ സ്വത്തിനു വേണ്ടി, അങ്ങനെ മറ്റു പലതിനും വേണ്ടി ജീവിതത്തിൽ വിളിയെ മറന്ന് പ്രവർത്തിക്കുന്ന അനേകം ആളുകളുണ്ട്. പുരോഹിതന്മാരോട് ചേർന്ന് കർത്താവിന്റെ മുന്തിരിത്തോപ്പിൽ വേല ചെയ്യുവാൻ തക്കവണ്ണം, പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടതായ പുരോഹിതന്മാർക്ക് കൈത്താങ്കൾ കൊടുക്കേണ്ട കൊച്ചമ്മമാര്, അവരുടെ വിളി വിസ്മരിച്ചു പോയാൽ എന്ത് സംഭവിക്കും? ഈ ശിംശോന്റെ കുടുംബത്തിന് പറ്റിയതായ നാശമായിരിക്കും. ആ കുടുംബത്തിന് മാത്രമല്ല, സഭയിൽ തന്നെ ഒരു നാശമായിരിക്കും സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. അപ്പൊ നമ്മുടെ വിളി നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ വിളി എന്ന് പറയുന്നത് അനേകർക്ക് മാതൃകയായി കർത്താവിന്റെ പ്രതിപുരുഷന്മാരായ പുരോഹിതന്മാരോട് ചേർന്ന് ഒരു ഉത്തമ കുടുംബം കെട്ടിപ്പടുക്കുവാനും, അതുപോലെ തന്നെ സുവിശേഷ വയലിൽ ഇടവക ശുശ്രൂഷയിൽ പുരോഹിതന്മാർക്ക് വേണ്ടതായ കൈത്താങ്ങൽ കൊടുത്തുകൊണ്ട് അവരോട് ചേർന്ന് നിന്നുകൊണ്ട് സഭയിൽ ശുശ്രൂഷിക്കുക എന്നുള്ള വലിയ വിളിയാണ്, വലിയ വിളിയും പദവിയും ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള ആ ഒരു വലിയ അറിവ് നമുക്കുണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് ഓർപ്പിക്കുവാനായിട്ടുള്ളത്. എന്നാൽ വേറൊരു കൊച്ചമ്മയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള ഒരു കൊച്ചമ്മയാണ്. കർത്താവിൻ്റെ മുന്നോടിയായി തീർന്ന യോഹന്നാൻ സ്നാപകന് ജന്മം കൊടുത്ത എലിസബേത്ത് കൊച്ചമ്മ. സക്കറിയ പുരോഹിതനെക്കുറിച്ചും എലിസബേത്തിനെക്കുറിച്ചും വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും ദൈവത്തിന്റെ സകല കൽപ്പനകളിലും പ്രമാണങ്ങളിലും കുറ്റമില്ലാതെ നടക്കുന്നവരും ആയിരുന്നു എന്നാണ്. അപ്പൊ പുരോഹിതന് എപ്രകാരം നീതിനിഷ്ഠമായിട്ട് ജീവിച്ചുവോ അതുപോലെ നീതിനിഷ്ഠമായ ഒരു ജീവിതം, അതുപോലെ ദൈവത്തിന്റെ കൽപ്പനകളിലും പ്രമാണങ്ങളിലും യാതൊരു കലർപ്പും വരുത്താതെ, യാതൊരു കുറവും വരുത്താതെ അതെല്ലാം വളരെ നിഷ്ഠയോടുകൂടി ആചരിക്കുന്ന ഒരു വലിയ സ്ത്രീരത്നം. അപ്പം നമ്മുടെ ജീവിതത്തിൽ ആരെയാ നമ്മൾ മാതൃകയാക്കേണ്ടത്? പുരോഹിതന്മാര് നോമ്പ് നോക്കണമെന്ന് ഇടവക ജനങ്ങളോട് പറയുമ്പോൾ, സഭാവിശ്വാസികളോട് പറയുമ്പോൾ, നോമ്പ് നോക്കാത്ത കൊച്ചമ്മ ഒരിക്കലും
മാതൃകയായിരിക്കുകയില്ല. നോമ്പ് നോക്കുന്ന കാര്യത്തിൽ, പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ, ദേവാലയത്തിലെ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ, ഒരു നല്ല മാതൃകാപരമായ കുടുംബം കെട്ടിപ്പടുക്കുന്ന കാര്യത്തിൽ, മക്കളെ ദൈവോചിതമായിട്ട് വളർത്തുന്ന കാര്യത്തിൽ, രോഗികളെ സന്ദർശിക്കുന്ന കാര്യത്തിൽ, ആതുര സേവന രംഗത്ത് ഏതെല്ലാം തരത്തിൽ ഒരു പുരോഹിതൻ എപ്രകാരം ജീവിക്കണം, അല്ലെങ്കിൽ ഒരു പുരോഹിതന്റെ കുടുംബം എങ്ങനെയായിരിക്കണം എന്നുള്ളതായ ആ വിളിയും തെരഞ്ഞെടുപ്പും ഒക്കെ തിരിച്ചറിഞ്ഞ് അവിടെ കർത്തവ്യബോധത്തോടുകൂടി ദൈവത്തിന്റെ ആ മുന്തിരിത്തോപ്പിൽ വേല ചെയ്യുവാൻ തക്കവണ്ണം ഒരു കൊച്ചമ്മയ്ക്ക് സാധിക്കുമ്പോൾ അവിടെ ദൈവം ഇറങ്ങി വന്ന് അതിശയം പ്രവർത്തിക്കുന്ന അനുഭവം ഉണ്ടാകും. യോഹന്നാനെ പോലെ സ്ത്രീകളിൽ യോഹന്നാനേക്കാൾ വലിയവൻ എഴുന്നേറ്റിട്ടില്ല എന്ന് പറയത്തക്ക തരത്തിലുള്ളതായ ഏത് തരത്തിലാണ് ദൈവം പ്രവർത്തിക്കുന്നതെന്ന് നമുക്കറിഞ്ഞുകൂടാ. ആ പുരോഹിതന്റെ ശുശ്രൂഷയും ആ കുടുംബത്തിന്റെ സാക്ഷി ജീവിതവും ഒക്കെ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നായി മാറ്റപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മൾ സാധാരണക്കാരല്ല, ദൈവത്തിന്റെ പ്രത്യേക വിളി ലഭിച്ചവരാകുന്നു. വൈദികനായാലും ലസ്കിയാമയായാലും ദൈവത്തിന്റെ പ്രത്യേകമായ വിളി ലഭിച്ചവരാകുന്നു എന്നുള്ള ആ നല്ല ബോധ്യത്തോടുകൂടി ആ വിളിക്ക് അനുസരണമായി നമ്മുടെ ജീവിതത്തെ ഒന്ന് ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകുവാൻ, പണത്തിൻ്റെയോ മറ്റ് ലൗകിക സുഖങ്ങളുടെയോ മറ്റേതെങ്കിലും അച്ഛന് 17,000 രൂപ ദിവസം പണ്ടായിരുന്നേ 10,000 ഉള്ളെന്ന് പറഞ്ഞു, ഇപ്പോഴാന്നേ 17,000 ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്നിലും നിരാശപ്പെട്ടു പോകാതെ, ആ ധനമോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലുമോ ഒന്നുമല്ല നമ്മെ നയിക്കുന്നത്. ദൈവത്തിന്റെ അദൃശ്യമായ കരങ്ങളാകുന്നു, ദൈവത്തിന്റെ വലിയ വിളിയാകുന്നു എന്നുള്ള ആ തിരിച്ചറിവോടുകൂടി, ബോധ്യത്തോടുകൂടി ദൈവത്തിന്റെ മുന്തിരിത്തോപ്പിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരോട് ചേർന്ന് വേല ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നമ്മെ എല്ലാവരെയും ഇടയാക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ഈ നമ്മുടെ സംഘടന ശക്തമായി മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം എല്ലാവരുടെയും പ്രാർത്ഥനയും പ്രവർത്തനവും ഉണ്ടാകണം. പ്രത്യേകിച്ച് ബറോഡായിലൊക്കെ ആളിനെ കൊണ്ടുപോകുവാൻ തക്കവണ്ണം താനാസിസ് തിരുമേനി ഇന്ന് വന്നിട്ടില്ലെങ്കിലും തിരുമേനിയും ജെസ്സിക്കൊച്ചമ്മ സെക്രട്ടറി ജെസ്സിക്കൊച്ചമ്മയും ഒക്കെ വളരെ ബുദ്ധിമുട്ടിക്കൊണ്ട് ഇരിക്കുകയാണ്. അതിനുള്ള ക്രമീകരണമെല്ലാം ചെയ്തു കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഇന്ന് ഒരല്പം ആൾ കുറഞ്ഞാലും നമ്മുടെ സംഘടന തീർച്ചയായിട്ടും മുന്നോട്ട് പുരോഗമിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. കാരണം നേരത്തെ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിന്നെങ്കിൽ ഇപ്പോൾ അതങ്ങ് ബറോഡ വരെയും ഇപ്പോഴേ അതിൻ്റെ പ്രവർത്തനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്ന ആ പ്രസ്ഥാനത്തിന് കൈത്താങ്ങൽ കൊടുക്കുന്ന കൊച്ചമ്മമാരെ അഭിനന്ദിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ എന്ന് നമ്മെ പ്രബോധിപ്പിച്ച വന്ദന അച്ഛനോടുള്ള നന്ദി അർപ്പിക്കുന്നു. ഒരു ഗാനം ആലപിക്കുന്നതിനായി ആനയ്ക്ക് തോട്ടുപുറം കൊച്ചമ്മയെ സവിനയും ക്ഷണിക്കുന്നു. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവനിക്കെന്തിരു നാഥ, അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ, ഈ ജീവിതം എന്തിനു നാഥ, തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവനിക്കെന്തിനു നാഥ, അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ, ഈ ജീവിതം എന്തിനു നാഥ. കിളികളോടൊന്നു ചേർന്നാ
പുഴയുടെ സംഗീതം ചിറകേറ്റിയെത്തുന്ന കുളിർക്കാറ്റിലലിഞ്ഞു ഞാൻ പാടാ. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കും തിരുനാഥ. ആകാശത്തു വിരിയുന്ന താരകൾ മിഴികളിൽ നോക്കി ഞാൻ ഉയർന്നു പാടാം. വാനമേഘങ്ങളിൽ ഒടുവിൽ നീ എത്തുമ്പോൾ മാലാഖമാരുത്തു പാടാം. വാനമേഘങ്ങളിൽ ഒടുവിൽ നീ എത്തുമ്പോൾ മാലാഖമാരുത്തു പാടാം. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ. അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ. ഈ ജീവിതം എന്തിനു നാഥ. പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജ് മുൻ പ്രിൻസിപ്പളും AICCW പ്രസിഡന്റുമായ പ്രൊഫസർ ഡോക്ടർ സാറാമ്മ വർഗീസിനെ മുഖ്യ പ്രഭാഷണത്തിനായി സാദരം ക്ഷണിക്കുന്നു. ബസ്കാമ അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻ്റായിരിക്കുകയും എൻ്റെ കൂടെ കാതലിക്കറ്റ് കോളേജിൽ അതേ ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിപ്പിക്കുകയും ചെയ്ത ജോർജ് മാത്യു അച്ഛൻ, അവിടെ തന്നെ പഠിച്ച ഈ ബസ്കാമ അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന ജെസി കൊച്ചമ്മ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റ് പുരോഹിതന്മാരെ, കൊച്ചമ്മമാരെ, ഇതിൻ്റെ ചുമതലക്കാരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്നതിൽ തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. ഇവിടെ വരുവാനും പരിശുദ്ധ പരമൽ തിരുമേനിയുടെ ഖബറിൽ പോയി പ്രാർത്ഥിക്കുവാനും അതിനുശേഷം കൊച്ചന്മാരോട് സംസാരിക്കാനും ഒക്കെയുള്ള അവസരം തീർച്ചയായിട്ടും ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എന്നാൽ കൊച്ചന്മാരോട് എന്താണ് പറയേണ്ടതെന്ന് ഞാൻ തന്നെ ഇങ്ങനെ ആലോചിക്കുകയുണ്ടായി. ഞാനൊരച്ഛൻ്റെ മകളാണ്. എൻ്റെ വല്യപ്പച്ചനും അച്ഛനാണ്. അതായത് അമ്മയുടെ അപ്പന് ഇവിടെ ചെന്നിത്തിലെ അടുത്തുള്ള കൊറ്റാത്തുവിളെ അച്ഛനാണ്. അതുപോലെ കല്യാണം കഴിക്കാതെ ഇരുന്ന ഡോക്ടർ C. ടീപ്പൻ അച്ഛൻ എൻ്റെ വല്യപ്പച്ചൻ്റെ ബ്രദറാണ്. എൻ്റെ ബ്രദർ ഒരച്ഛനാണ്. അങ്ങനെ ഒത്തിരി അച്ഛന്മാര് അല്ലെ കൊച്ചന്മാരെയൊക്കെ കാണുകയും അവരുടെ ജീവിതം മനസ്സിലാക്കുകയൊക്കെ ചെയ്യാനുള്ള, അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാനുള്ള അവസരവും എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാലും കൊച്ചന്മാരിൽ നിന്നാണ് ഒത്തിരി പഠിക്കാനുള്ളത്. അവരാണ് എനിക്ക് പാഠം പറഞ്ഞു തരാനുള്ളതെന്നാണ് എനിക്ക് തോന്നിയത്. ഏതായാലും ഇവിടെ വരാനും നിങ്ങളോടൊപ്പം ഇവിടെ ഈ യോഗത്തിൽ സംബന്ധിക്കുവാനും ഇടയായതിൽ തീർച്ചയായിട്ടും ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, അച്ഛന്മാർക്ക് എപ്പോഴും കൊച്ചന്മാർ ഭയങ്കര സപ്പോർട്ടാണ്. അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ ആണെങ്കിലും പിൻപിൽ നിന്നൊരു പില്ലർ ഓഫ് സ്ട്രെങ്ത് ആണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്ന കൊച്ചന്മാർ. എന്ന് വെച്ചാൽ ഞാൻ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്. എൻ്റെ അപ്പയുടെ അടുത്താണെങ്കിൽ സന്ധ്യാനമസ്കാരത്തിൻ്റെ സമയമാകുമ്പോഴേക്കും അഥവാ ഒന്ന് കിടക്കുവാണെങ്കിൽ തന്നെ അല്ലെ വയ്യാങ്കിൽ തന്നെ അച്ഛൻ സമയമായില്ലേ എന്ന് ഓർമ്മിപ്പിക്കുന്ന അമ്മയെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും നൊയമ്പ് നോക്കുകയും ഉപവസിക്കുകയൊക്കെ ചെയ്യുന്ന അമ്മ. അന്നേരം ഞാൻ പഠിത്തത്തിൽ അധികം ഒന്നും ഉഴപ്പാറില്ലായിരുന്നു.
എന്തെങ്കിലുമൊക്കെ ഉഴപ്പുന്ന അല്ലെ ഒക്കെ പിള്ളേർക്ക് വേണ്ടിയിട്ട് അമ്മ നോയമ്പും ഉപവാസമൊക്കെ എടുക്കുമ്പോൾ ഞാൻ അമ്മയെ കളിയാക്കുമായിരുന്നു. ആഴ്ചയിൽ ഇത്രയും ദിവസം അമ്മ ഉപവസിക്കുമല്ലേ, എന്നാ പിന്നെ ഒരു ദിവസമല്ലേ ഉള്ളൂ, അത് എനിക്ക് വേണ്ടിയിട്ട് ഉപവസിച്ചോളാൻ അമ്മേ. പക്ഷെ ഇപ്പോഴാണെങ്കിലോ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമോ പ്രയാസമോ വരുന്ന ഉടനെ അമ്മയുടെ ആ ഉദാഹരണമാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നത്. അപ്പോൾ ഞാൻ ഉപവാസത്തിലേക്കും പ്രാർത്ഥനയിലേക്കും പോകും. മാതാപിതാക്കളുടെ ആ എക്സാമ്പിള് ഭയങ്കരമാണ്. അത് ഭയങ്കരമായിട്ട് നമ്മൾ എന്താണ് സ്വാധീനിക്കുന്നത്, പറയുന്നത് കൊണ്ടല്ല, അവരുടെ പ്രവർത്തനങ്ങൾ കാണുന്നതുകൊണ്ടാണ്. ഞാൻ ഓർക്കുവാണ്, എൻ്റെ വല്യമ്മച്ചിയും ഒരു അച്ഛൻ്റെ കൊച്ചമ്മയാണെന്ന് ഞാൻ പറയും. ആലപ്പുഴയായിരുന്നു അപ്പച്ചൻ ഒത്തിരി, ഏകദേശം ഒരു 50 വർഷത്തോളം. ഞങ്ങൾ വലിയവധി ആകുമ്പോഴെല്ലാം ആലപ്പുഴയാണ് പോകുന്നത്. ആലപ്പുഴ അപ്പച്ചൻ എന്നാണ് വിളിക്കുന്നത്. അന്നേരം ആ അപ്പച്ചൻ്റെ കൂടെ അമ്മച്ചി രോഗികളെ സന്ദർശിക്കാൻ പോകുന്നത്, അവരുടെ ഓരോ ഫംഗ്ഷൻ പോകുന്നതൊക്കെ ഓർക്കുന്നുണ്ട്. അവധി സമയങ്ങളിലിരുന്ന് നല്ലോണം തയ്ക്കാനൊക്കെ പഠിപ്പിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള. അപ്പം നല്ല ഗൈഡൻസ് ആണ്, നല്ല പുസ്തകങ്ങൾ വായിക്കാൻ തരുന്നത്. അപ്പച്ചനൊരു വലിയ വായനക്കാരനായിരുന്നു. അമ്മച്ചിയും ഇരുന്നുകൊണ്ട് അതുപോലെ നല്ല പുസ്തകങ്ങളും ഒക്കെ വായിക്കുന്നത് ഞാൻ കാണും. എൻ്റെ അമ്മയാണെങ്കിൽ അപ്പയ്ക്ക് സമയമൊന്നുമില്ല കൃഷിയൊക്കെ നോക്കാൻ. പണ്ടത്തെ അച്ഛന്മാരൊക്കെ എന്താണ് കൂടുതലും കൃഷിയുടെ ഭവനങ്ങളിൽ നിന്നൊക്കെ വരുന്നവരായിരിക്കും. അച്ഛൻ പറഞ്ഞല്ലോ സാമ്പത്തികമായിട്ട് വലിയൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ചിലപ്പോൾ ആയിരിക്കണം എന്നില്ല. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, അമ്മ പോയി കണ്ടത്തിന് വരമ്പത്ത് നിന്നുകൊണ്ട് ജോലി ചെയ്യുന്നവരെ നോക്കുന്നത്, അവരെയൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്നത് അമ്മയായിരുന്നു. താഴെ കണ്ടത്തും വരമ്പത്ത് പോയി നിന്നുകൊണ്ട്. അത് കഴിയുന്ന ഉടനെ കൊയ്ത്തൊക്കെ കഴിയുന്നുണ്ട്, ഞങ്ങൾ ഈ കറ്റയൊക്കെ മഴയത്ത് എടുത്തുകൊണ്ട് ഓടുകയൊക്കെ ചെയ്യുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അത് കഴിയുന്ന ഉടനെ ആകെ അപ്പ ചോദിക്കുന്ന, നെല്ലെല്ലാം അറയിലായി കഴിയുമ്പോൾ അപ്പ ചോദിക്കും, ലോറി ലാഭമായിരുന്നോ നഷ്ടമായിരുന്നോ എന്ന് മാത്രമേ ചോദിക്കാറുള്ളൂ. അപ്പോൾ അവരുടെ ഒരു അച്ഛന്മാരുടെ ഒരു പില്ലർ ഓഫ് സ്ട്രെങ്ത് എന്ന് തന്നെ ഞാൻ കൊച്ചമ്മമാരെ പറ്റി വിവരിക്കും. ഇന്നത്തെ കാലത്ത് നമ്മളുടെ ആ തലമുറമാരെ, എൻ്റെ ഒരു മരുമകളും ഒരു അച്ഛൻ്റെ മകളാണ്, അതിൻ്റെയും വല്യപ്പച്ചൻ ഒരു അച്ഛനാണ്. അപ്പം വയലത്തിലുള്ള അച്ഛനാണ് ഗബ്രിയേൽ അച്ഛൻ. അപ്പം ദീപ വല്യപ്പച്ചനെ പറ്റി പറയും, അമ്മച്ചിയാണ് എല്ലാ കാര്യവും നോക്കുന്നതെന്ന് പറയുമായിരുന്നു. അപ്പം തീർച്ചയായിട്ടും അച്ഛന്മാരുടെ ജീവിതം വളരെയധികം സക്സസ്ഫുൾ ആകുന്നത് തീർച്ചയായിട്ടും കൊച്ചമ്മമാരുടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ജീവിതം കൊണ്ട് തന്നെയാണ്. അച്ഛന്മാര് ഭയങ്കരമായിട്ട് ബിസി ആയിരിക്കും. അവരുടെ പള്ളികളിലെ ചുമതലകള്, പലപ്പോഴും പള്ളികളിൽ പ്രശ്നങ്ങൾ കാണും. അന്നേരവും അവർ ദൈവത്തെ വിളിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോഴും വീട്ടിൽ വരുമ്പോൾ ബാക്കി എല്ലാ ചുമതലകളും ഭംഗിയായിട്ട് നടത്തുന്നത് കൊച്ചന്മാരാണെങ്കിൽ അവർക്ക് എത്രയോ വലിയൊരു അനുഗ്രഹമാണ്. പിള്ളേരെ നോക്കുന്ന കാര്യത്തിലും എല്ലാം ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ ഈ NCCയുടെ ഈയിടെ നാഗ്പൂരിൽ ആയിരുന്നപ്പോൾ അവിടെ ഇങ്ങനെ ക്വാർട്ടേഴ്സ് ഉണ്ട്. ഒരു CSIയിലെ ഒരു അച്ഛൻ, സുനിലച്ഛൻ എന്നോട് പറയുന്നത്, അവിടെ വരുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് തോന്നുന്നു അച്ഛന് ഹൈദരാബാദിലെ ഏതോ പള്ളിയിൽ നല്ല പ്രശ്നമുണ്ട്. അച്ഛൻ്റെ ക്വാർട്ടേഴ്സ് ഒരു ചെറിയ ക്വാർട്ടേഴ്സാണ്, അതിലാണ് പലപ്പോഴും കമ്മിറ്റി മീറ്റിങ്ങുകൾ നടക്കുന്നത്. അപ്പോൾ അച്ഛൻ പറയും, കൊച്ചമ്മയോട് പറഞ്ഞിട്ടുണ്ടെന്ന്, യാതൊരു കാരണവശാലും ഒന്നിലും എത്തി നോക്കുകയോ ഇടപെടുകയോ ചെയ്യണ്ട, അവർക്ക് വന്ന് കാപ്പിയൊക്കെ കൊടുക്കണം, അത് വേണം, വീട്ടിലായതുകൊണ്ട് അവർക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം, പക്ഷെ യാതൊരു കാര്യത്തിലും ഒട്ടും ഈ വഴക്കിൻ്റെ അകത്ത് ഇടപെടുകയോ അതിൽ ഒന്നും ഇത് ചെയ്യുകയോ ചെയ്യണ്ട എന്ന് പറയുന്നു. അപ്പൊ കൊച്ചമ്മ അങ്ങനെ ചെയ്തിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടെ ആ അച്ഛന് വീട്ടിലായിരിക്കും നല്ല വഴക്കുകൾ, ആ പൊതുയോഗത്തിന്റെ അല്ലെ കമ്മിറ്റിയിലെ വഴക്കുകള് കൊച്ചമ്മയ്ക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റും. എന്നാൽ പോലും എത്ര ശാന്തമായിട്ടും അത് നോക്കിക്കണ്ട് മിണ്ടാതെ അവർക്കൊക്കെ നല്ല കാപ്പിയൊക്കെ കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുമായിരുന്നു എന്ന് ഈയിടെ എന്നോട് സുനിലച്ഛൻ പറയുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അപ്പോൾ കൊച്ചന്മാരെ പുരോഹിതന്മാർക്ക് അങ്ങേയറ്റം
എന്താണ് ഞാൻ പറഞ്ഞ പോലെ ഒരു പില്ലർ ഓഫ് സ്ട്രെങ്ത് തന്നെയാണ്. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പം ഞാൻ നോക്കുന്നുണ്ടേ ഒത്തിരിയും കൊച്ചന്മാര് വരാൻ പറ്റാത്ത ഒരു പക്ഷെ അവർക്ക് ജോലിയൊക്കെ ഉണ്ടായിരുന്നു, അവധി എടുക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് കാണും. എൻ്റെ തന്നെ നാത്തൂന് കോളേജിൽ പഠിപ്പിക്കാൻ നാക്ക് ഈ അടുത്ത മാസത്തേക്ക് വരുന്നുണ്ട്. അവർക്ക് അതിൻ്റെതായിട്ടുള്ള ജോലികൾ കാണും. എൻ്റെ കൂടെ പഠിപ്പിച്ചില്ലാത്ത ഇംഗ്ലീഷിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണ്. തീർച്ചയായിട്ടും അവർക്കൊക്കെ ചുമതലകൾ കാണും. അതുപോലെ തന്നെ പെണ്ണുങ്ങള് വളരെ പുറകിലായിരുന്ന രാഷ്ട്രീയ സാഹചര്യം മാറിയിട്ട് ലോക്കൽ തിരഞ്ഞെടുപ്പുകളിൽ വളരെ ശക്തമായിട്ട് അവർ പങ്കെടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. തുമ്പോണമൊക്കെ നോക്കിയാൽ നിറയെ, ഞാൻ തുമ്പോണെന്നാണ് വരുന്നത്, അവിടെ നിറയെ പെണ്ണുങ്ങളുടെ പടമാണ് കാണുന്നത്. തീർച്ചയായിട്ടും സാമൂഹികമായിട്ടുള്ള ഇടപെടല് അവര് നടത്തുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയൊക്കെ നോക്കുന്ന ഉടനെ ആധ്യാത്മികമായിട്ട് വളരെയധികം ഉന്നതിയിലേക്ക് എത്താൻ ശ്രമിക്കുന്ന കൊച്ചന്മാരോട് എന്തുവാണ് പറയേണ്ടതെന്നാണ് ഞാൻ തന്നെ ആലോചിച്ചത്. എന്നാൽ പോലും പരുമൽ തിരുമേനിയുടെ ഖബറിന്റെ അടുത്ത് പരുമൽ തിരുമേനിയുടെ ആധ്യാത്മികമായിട്ടുള്ള സാമീപ്യം നമ്മൾ അനുഭവിക്കുകയും അതിൻ്റെ ഔന്നത്യം അറിയുകയും നമ്മളുടെ വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വന്ന ആളാണ്. കുട്ടികളെയാണ് പഠിപ്പിക്കുന്നത്. ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, എന്നെ പഠിപ്പിച്ചിരുന്നത്, ഞാൻ ഒരു ഗവൺമെന്റ് കോളേജിലാണ് കൂടുതലും പഠിച്ചത്. എൻ്റെ അപ്പന് ഒരു 10 സ്കൂളിലായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ മാതിരി കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് വലിയൊരു പ്രാധാന്യം കൊടുത്തിട്ട് സ്കൂളിന്റെ അവസാനം മാത്രം ട്രാൻസ്ഫർ ഒക്കെ കിട്ടുന്ന ഒരു കാലമല്ലായിരുന്നു. ഞാനൊരു 10 സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഓണപരീക്ഷയുടെ തലേന്ന് അല്ലെ ക്രിസ്മസ് പരീക്ഷ കഴിയുമ്പോൾ അങ്ങനെയൊക്കെ ഓരോ സ്കൂളിൽ ഞാനൊരു 10 സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. എന്നാലും അവസാനത്തെ സ്കൂൾ ഫസ്റ്റ് ആയിട്ടാണ് ഇറങ്ങി വന്നത്. അത് കഴിഞ്ഞുകൊണ്ട് ഞാൻ അപ്പയോട് പറഞ്ഞു, എനിക്ക് ഒരു ഗവൺമെന്റ് കോളേജിലോ വിമൻസ് കോളേജിലൊന്നും പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പെപ്പ അന്നേരം അവിടെ വിടുകയും ചെയ്തു. പിന്നെ അവിടെ സ്ഥിരമായിട്ട് ആ ഗവൺമെന്റ് കോളേജിൽ 5 വർഷം പഠിക്കുകയായിരുന്നു. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്. അന്നേരം എന്നെ പഠിപ്പിച്ച ഹൃദയകുമാരി ടീച്ചർ, BA ഇംഗ്ലീഷിൽ ഹൃദയകുമാരി ടീച്ചർ പഠിപ്പിക്കുന്നുണ്ടേ ഞങ്ങളോട് ചോദിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ? വളരെയധികം പണക്കാരായിട്ടുള്ള ആളുകളുടെ മക്കള് വിമൻസ് കോളേജിൽ അന്നൊക്കെ പഠിക്കുന്നുണ്ട്. IAS ഓഫീസേഴ്സിന്റെ മക്കള് അങ്ങനെയൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. BA ഇംഗ്ലീഷിന് ചേർന്ന് കഴിഞ്ഞുകൊണ്ടേ ഒരു ടീച്ചർ വന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും മെഡിക്കൽ സ്റ്റഡീസിന് പോകുന്നുണ്ടോ? അപ്പോൾ ഒരു കുട്ടി എണ്ണീറ്റ് എന്ന് പറഞ്ഞു, ടീച്ചർ എനിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, ഞാൻ ഡിസൈഡ് ചെയ്തിട്ടില്ല പോണോ വേണ്ടേ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയ ഒരു IAS ഓഫീസറിന്റെ മകളാണ്. ഐ ഹാവൻ ഡിസൈഡഡ് വെദർ ടു ജോയിൻ ഓർ നോട്ട് എന്ന്. സുജാത ഇപ്പോഴും ഞാൻ മറക്കത്തില്ല. സുജാത പോയുമില്ല. സുജാത ഇംഗ്ലീഷ് മെയിൻ തന്നെ പഠിച്ചു. അന്നേരം ഇപ്പോഴാണെങ്കിൽ മെഡിക്കൽ എൻട്രൻസിന് നമ്മൾ എന്തുമാത്രം കോച്ചിങ്ങിന് പിള്ളേരെ വിടുന്നു, എന്തുമാത്രം അവര് പരിശ്രമിക്കുന്നു, എത്ര പ്രയാസമാണ്. എന്നാൽ അത് വിട്ടിട്ട് ഇംഗ്ലീഷ് മെയിനിന് പഠിക്കുന്ന അതുപോലെ മെഡിക്കലായിട്ടുള്ള കുട്ടികളുണ്ടായിരുന്നു. നമ്മുടെ ക്ലാസ്സിൽ തന്നെ IAS ഓഫീസേഴ്സ് ആയിട്ട് പോകുന്ന പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത്, ഹൃദയകുമാരി ടീച്ചർ അന്നേരം ഞങ്ങളോട് ചോദിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ? ചില കുട്ടികളൊക്കെ പറയും, ഓ ടീച്ചറെ താല്പര്യമില്ല, ചിലര് താല്പര്യം ഉണ്ടെന്ന് പറയും. ടീച്ചർ പറയുമായിരുന്നു, നിങ്ങൾ ജോലിക്ക് പോകണം. എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിലും സ്ത്രീകള് അത് വലുതാക്കി കണ്ട് വീട്ടിലിരുന്നാല് മനസ്സ് വിഷമിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ജോലിക്ക് പോകണം. അന്നേരം നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഇടപെടാം, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ടാവും. യു ഗെറ്റ് മോർ എക്സ്പോഷർ ആൻഡ് ദെൻ യു ഗെറ്റ് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ MA പഠിപ്പിക്കുന്നുണ്ട് വിമൻസ് സ്റ്റഡീസ് ആയിരുന്നു. ബെസലീസ് കോളേജിലെ ഞങ്ങളുടെ സ്പെഷ്യാലിറ്റി ഒരു പേപ്പർ വിമൻസ് സ്റ്റഡീസ് ആയിരുന്നു. MA കൂടുതലും
പെൺപിള്ളേരാണ് വരുന്നത്. അതിലെല്ലാവരും ആത്മാർത്ഥമായിട്ട് പഠിച്ചൊരു സ്ഥാനത്ത് എത്തണമെന്നൊന്നും ആഗ്രഹിച്ചൊന്നും അല്ല. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ തൊട്ട് സീനിയറായിട്ട് പഠിച്ചതാണ് ചന്ദ്രമതി എന്ന് എഴുതത്തില്ല ചന്ദ്രിയ ടീച്ചർ, ഓൾ സെയിൻസിന്ന് റിട്ടയർ ചെയ്ത്. ചന്ദ്രിയ ഒരു പ്രാവശ്യം മനോരമയിൽ എഴുതിയത് തന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അതായത് MA അഡ്മിഷൻ മേടിച്ച് വന്ന ഒരു MA അഡ്മിഷൻ ചോദിച്ചു വന്ന ഒരു കുട്ടിയുടെ പേരൻസ് പറഞ്ഞു, ഓൾ സെയിൻസ് കോളേജാണ് ചന്ദ്രിയെ പഠിപ്പിച്ചിരുന്നത്, ഓൾ സെയിൻസ് നല്ല കോളേജാണ്, നല്ലോണം അവർ പഠിപ്പിക്കുകയും ചെയ്യും, ചന്ദ്രിയെ പോലുള്ള പ്രതിഭകളൊക്കെയാണ് പഠിപ്പിക്കുന്നത്. ചന്ദ്രിയ പറഞ്ഞു, മാതാപിതാക്കൾ പറഞ്ഞു, ടീച്ചറെ കല്യാണം ആകുന്നിടം വരെ ഇവള് വെറുതെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു അഡ്മിഷൻ ചോദിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോഴ് പേരൻസിന് തന്നെ വലിയ നിർബന്ധമൊന്നുമില്ല അവള് നന്നായിട്ട് പഠിക്കണമെന്ന്. അപ്പൊ ചന്ദ്രിയ ഇതിനെപ്പറ്റി, ഇതിന് ഇംഗ്ലീഷ് പഠിക്കാൻ വരുന്ന കുട്ടികളെ പറ്റി എഴുതിയിട്ട് പറയുവാണ്, ഇങ്ങനെ എന്താണ് കല്യാണം വരെ സമയം കൊള്ളാൻ വേണ്ടിയിട്ട് വരുന്ന കുട്ടികൾ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന് മാത്രമുള്ള ഭാഗ്യമാണോ എന്ന് മനോരമയിൽ എഴുതി ചോദിക്കുന്നതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ടെക്സ്റ്റ് ഉണ്ടായിരുന്നു MA സിലബസിൽ, വിമൻസ് ലിറ്ററേച്ചർ. അതിലെപ്പോഴും എന്നെ സ്ട്രൈക്ക് ചെയ്തിരുന്നത്, ഞാൻ സാധാരണഗതിയിൽ സ്ത്രീകളോട് സംസാരിക്കുമ്പോഴേ അല്ലെ പെൺകുട്ടികളോട് സംസാരിക്കുമ്പോഴൊക്കെ ഈ പഠിപ്പിച്ച ടെക്സ്റ്റിനെ പറ്റി ഓർക്കും. റൂം ഓഫ് വൺസ് ഓൺ എന്നാണ് ആ ടെക്സ്റ്റിന്റെ പേര്. വെർജീനിയ വൂൾഫ് എന്നുള്ള ഇംഗ്ലീഷ് എഴുത്തുകാരിയാണ് എഴുതിയത്. വെർജീനിയ വൂൾഫ് ഒരു ഭയങ്കര ഇന്റലക്ച്വൽ ആയിരുന്നു. 1928 ഈ എസ്സേ എഴുതിയത്. പുള്ളിക്കാരുടെ ആ വിക്ടോറിയൻ കാലഘട്ടം അങ്ങോട്ട് കഴിഞ്ഞു വരുന്നതേ ഉള്ളൂ. സ്ത്രീകൾ വലിയ വിദ്യാഭ്യാസമൊന്നും നേടാൻ ശ്രമിക്കാത്ത കാലഘട്ടമാണ്. ഒരു സുന്ദരിയായിട്ടുള്ള കുട്ടിയായിരിക്കണം, വളരെ ചാമിങ് ആയിരിക്കണം, പിന്നെ ടീനേജിൽ തന്നെ കല്യാണം ആലോചിച്ച് നടത്തും, പിന്നെ അവളുടെ ജീവിതം അങ്ങനെ അവിടെ വെച്ച് പിന്നെ അതിനെപ്പറ്റി ഒന്നും പറയാറില്ല. അങ്ങനെയാണ് വിക്ടോറിയൻ കാലഘട്ടത്തിൽ ചിന്തിച്ചിരുന്നത്. എന്നാൽ വെർജീനിയ വൂൾഫ് ആണെങ്കിലോ എഴുതിയത് റൂം ഓഫ് വൺസ് ഓൺ എന്ന് പറയുന്നത്. വെർജീനിയ വൂൾഫ് നല്ലൊരു എഴുത്തുകാരിയായിരുന്നുകൊണ്ട് വെർജീനിയ വൂൾഫ് പറയുന്നത് വിമൻ ഷുഡ് ഹാവ് എ റൂം ഓഫ് എ വുമൻ ഷുഡ് ഹാവ് എ റൂം ഓഫ് എ റൂം. അതായത് സ്വന്തമായിട്ടൊന്ന് എഴുതണമെങ്കിൽ, എഴുത്തുകാരി ആയതുകൊണ്ട് ജെയിൻ ഓസ്റ്റൻ ഒക്കെ ആണെങ്കിൽ വളരെ മുമ്പ് എഴുതിയിരുന്നോണ്ടേ പുസ്തകം ആരെങ്കിലും വരുവാണെങ്കിൽ പാർലറിൽ ഇരുന്ന് എഴുതുവാണെങ്കിൽ അതിന്റെ അടിയിലോട്ട്, പാർലറിലെ പുസ്തകത്തിന്റെ മേശയുടെ വിരിയുടെ അടിയിലോട്ടാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്, മാറ്റി വെച്ചിട്ടാണ് അവരോട് സംസാരിക്കുന്നതെന്ന് പറയുമായിരുന്നു. അന്നേരം വെർജീനിയ വൂൾഫ് പറയുന്നത് വുമൻ ഷുഡ് ഹാവ് എ പ്രൈവറ്റ് സ്പേസ് ഫോർ ഹെർസെൽഫ്, ഷി ഷുഡ് ഹാവ് എ റൂം ഓഫ് ഹെർ ഓൺ. അതായത് ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും ചിന്തിക്കാൻ വേണ്ടിയിട്ട്, പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു പ്രൈവറ്റ് സ്പേസ് വേണമെന്ന്, റൂം ഓഫ് വൺസ് ഓൺ, അത് പ്രധാനമായിട്ട് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇപ്പോഴും നമ്മളുടെ വീട്ടില് നമ്മൾക്കോ അല്ലെ നമ്മളുടെ അമ്മമാർക്കോ എത്രമാത്രം പ്രൈവറ്റ് സ്പേസ് ഓരോ കാര്യങ്ങൾക്കും എഴുതാനോ അല്ലെ വായിക്കാനോ ഒക്കെ കിട്ടുന്നുണ്ട് എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ അത് കഴിഞ്ഞിട്ട് പറയുന്ന കാര്യമാണ് രണ്ടാമത്തെ കാര്യം. അവർ പറയുന്നത് ഇക്കണോമിക് ഇൻഡിപെൻഡൻസ് ഉണ്ടാകണം. സ്വന്തമായിട്ട് ഒരു അഭിപ്രായം പറയണമെങ്കിൽ സ്ത്രീക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്നാണ്. ഞാൻ എപ്പോഴും എൻ്റെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഇത് പറയുമായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു മിക്ക അച്ഛന്മാരുടെയും കൊച്ചന്മാർക്കൊക്കെ ജോലിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അച്ഛന്മാർക്കും ഒരു ആശ്വാസമായിരിക്കും. തീർച്ചയായിട്ടും ആ ഒരു കാര്യം ഞാൻ എൻ്റെ കുട്ടികളോട് പറയാറുണ്ട്. ഞാൻ വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ നിന്ന് വന്നതുകൊണ്ടും പെൺകുട്ടികളെ ധാരാളം പഠിപ്പിക്കുന്നതുകൊണ്ടും ചില കുട്ടികളൊക്കെ പഠിക്കുന്ന സമയത്ത് ഉഴപ്പി കഴിഞ്ഞിട്ട് 2-3 വർഷം കഴിഞ്ഞിട്ട് MA കഴിഞ്ഞിട്ട് വന്ന് പറയും, ടീച്ചറെ എനിക്ക് 3rd ക്ലാസ് ആയിരുന്നു, എനിക്ക് ഒന്നുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്താൽ കൊള്ളാം, ഒന്ന് ടീച്ചർ ഒന്ന് സഹായിക്കണം, വരുന്നുകൊണ്ടില്ല എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു, ഒരു പക്ഷെ പ്രേമിച്ച് തന്നെയായിരിക്കും കല്യാണം കഴിച്ചത്, പക്ഷെ അമ്മയായിട്ട് ചേരുന്നില്ല, നാത്തൂന്മാരോട് ചേരുന്നില്ല, വീട്ടിലിരുന്നിട്ട് ഭയങ്കര ടെൻഷനാണ്, എനിക്കൊരു ജോലിക്ക് പോകണം, അതുകൊണ്ട് ഒന്നുകൂടെ എനിക്കൊന്ന് പരീക്ഷ എഴുതണം. അപ്പം ഞാൻ പിള്ളേരോട് പറയും, നിങ്ങൾ പഠിക്കുന്ന കാലത്ത് നന്നായിട്ട് പഠിക്കണം. ജോലി വേണോ വേണ്ട എന്നുള്ളത് പിന്നെ തീരുമാനിക്കാം, പക്ഷെ പഠിക്കുന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് പഠിച്ചിട്ട് നല്ല മാർക്ക് വാങ്ങിയിട്ട് എന്നെങ്കിലും ജോലിക്ക് പോകണമെങ്കിൽ അതിനുള്ള ക്വാളിഫിക്കേഷൻ സമ്പാദിക്കണമെന്ന് അധ്യാപികയായിട്ടുള്ള ഞാൻ പറയും. ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുന്നുണ്ടേ ധാരാളം കൊച്ചന്മാരൊക്കെ ടീച്ചേഴ്സ് കാണും. എനിക്ക് പ്രിൻസിപ്പലായിരുന്നപ്പോൾ ഭയങ്കര സങ്കടം തോന്നിയിട്ടുള്ള 1-2 കാര്യമുണ്ട്. ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും ഒരു ആപ്ലിക്കേഷൻ എഴുതിക്കൊണ്ട് വന്ന മലയാളത്തിൽ പോലും അതിൽ അക്ഷര തെറ്റുകൾ കാണും. എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് തോന്നുമായിരുന്നു.
അപ്പോഴേ ചെറുപ്പത്തിൽ മുതലേ അക്ഷരാഭ്യാസം പോലും ഇപ്പോഴത്തെ കുട്ടികൾക്ക് നമ്മൾ വലിയ വലിയ സ്കൂളുകളിൽ വിടാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴാണ് മദ്രാസിലെ എൻ്റെ ഗ്രാൻഡ് ചൈൽഡിനെ ആണെങ്കിൽ എന്താണ് ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ ബുക്ക് ചെയ്താലേ ഏറ്റവും നല്ല സ്കൂളിൽ കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. ആദ്യത്തെ കുട്ടി എനിക്ക് അത്ഭുതം തോന്നി. ആദ്യത്തെ കുട്ടിക്ക് പ്രസവം കഴിഞ്ഞിട്ടാണ് പോയി ചോദിച്ചത്, അതുകൊണ്ട് വളരെ പുറകിലായി. രണ്ടാമത്തെ കുട്ടിയെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ തന്നെ ബുക്ക് ചെയ്ത് വെച്ചു. ഏറ്റവും നല്ല പഠന സാഹചര്യങ്ങളുള്ള സ്കൂളിൽ നിന്ന് നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ഇന്നത്തെ കാലം മാറി. പക്ഷേ പണ്ടാണെ വളരെ സാധാരണ പ്രൈമറി സ്കൂളിൽ പഠിച്ചിരുന്ന ആളുകളാണെങ്കിൽ പോലും എന്ത് നല്ലതായിട്ട് അക്ഷരജ്ഞാനമുള്ളായിരുന്നു എന്ന് കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കുന്നുണ്ടെ തീർച്ചയായിട്ടും വിദ്യാഭ്യാസത്തിന്റെ നിലവാരം നമ്മളുടെ ഇടയിൽ താഴ്ന്നു പോകുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ധാരാളം ശ്രമിക്കുകയും വേണം. കുറച്ചു നാൾ മുമ്പ് ഞാൻ ബെസിലിസ് കോളേജിൽ ഒരു മീറ്റിങ്ങിന് എന്തോ വിളിച്ചതിന് പോയപ്പോഴേ വൈസ് ചാൻസലർ സംസാരിച്ചു. വൈസ് ചാൻസലറുടെ സംസാരത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇന്നത്തെ നമ്മുടെ കുട്ടികൾ ആധ്യാത്മികതയെ പറ്റിയാണ് അത് സംസാരിച്ചത്. സാധാരണ എഡ്യൂക്കേഷൻ ഫീൽഡിൽ നിന്നുള്ള ആളുകൾ വന്നിട്ട് വിദ്യാഭ്യാസത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. അദ്ദേഹം മുഴുവൻ പറഞ്ഞത് വേറൊരു ആസ്പെക്റ്റിൽ നിന്ന്. അദ്ദേഹം പറഞ്ഞത് നമ്മളുടെ കുട്ടികൾ ഇപ്പോൾ നക്ഷത്രങ്ങളെ നോക്കാതെ അവര് വെറും വഴിവിളക്കുകളെയാണ് നോക്കുന്നതെന്ന് പറഞ്ഞു. അത് മാറണം എന്ന് പറഞ്ഞു. അതായത് നക്ഷത്രങ്ങളെ നോക്കി, വാല്യൂസിനെ നോക്കി അതിനെ മുറുകെ പിടിക്കാതെ സാധാരണ സുഖങ്ങളുടെ പുറകെ പോകുന്നു എന്നുള്ളതാണ്. അച്ഛൻ പറഞ്ഞ പോലെ എത്രമാത്രം കൂടുതൽ പൈസ ഉണ്ടാക്കാം എന്നൊക്കെയാണ് ഇപ്പോഴും നമ്മുടെ കുട്ടികൾ ആലോചിക്കുന്നത്. നല്ല വാല്യൂസിനെ മുറുകെ പിടിക്കുന്നവരായിട്ട് നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കേണ്ടത് വളരെ പ്രധാനമാണ് എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേക ആവശ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇന്നത്തെ ഗ്ലോബലൈസേഷന്റെ ഒരു കാലമാണ്. ഗ്ലോബലൈസേഷൻ കാരണം എന്താണ്, ലോകം ഒരു ചെറിയ വില്ലേജ് ആയിട്ട് തന്നെ മാറിയിരിക്കുകയാണ്. നമ്മൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ആഫ്രിക്കയുടെ ഭാഗത്ത് എന്ത് സംഭവിക്കുന്നു, അമേരിക്കയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് 5 മിനിറ്റിനകം നമ്മൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വേൾഡ് ഹാസ് ബിക്കം എ ഗ്ലോബൽ വില്ലേജ്. അതുകൊണ്ട് നമ്മളുടെ മൂല്യങ്ങളും നമ്മുടേതായിട്ടുള്ള മൂല്യങ്ങളും നമ്മുടേതായിട്ടുള്ള സംസ്കാരത്തിൻ്റെതായിട്ടുള്ള മൂല്യങ്ങളും പലപ്പോഴും കൈവിട്ട് പോകുന്നതായിട്ട് നമ്മൾക്ക് കാണാം. അതായത് ഇന്റർനെറ്റ് അല്ലെ സെൽഫി എടുക്കുന്നത്, ഇതൊക്കെ ഇന്റർനെറ്റിൽ കാര്യങ്ങൾ കാണുന്നതൊക്കെ നമ്മളുടെ കുട്ടികൾക്കൊക്കെ വലിയ സന്തോഷമാണ്. നല്ല കുടുംബത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു പോകുന്നതായിട്ടും കാണാം. അമ്മമാരൊക്കെ ഭയങ്കരമായിട്ട് പാടുപെട്ട് ഭക്ഷണം ഉണ്ടാക്കും. പക്ഷെ കുട്ടികൾ ആ ഭക്ഷണം എടുത്തിട്ട് ടിവിയുടെ മുമ്പിൽ പോയിട്ടായിരുന്നായിരിക്കും ചിലപ്പം അമ്മ ഇത് നല്ലതാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് അമ്മയ്ക്കൊരു നല്ല വാക്ക് പറഞ്ഞ് അമ്മ നല്ല ക്ഷീണിച്ചിരിക്കുമായിരിക്കും ഭക്ഷണം ഉണ്ടാക്കിയിട്ട്. അപ്പൊ അമ്മയ്ക്കൊരു സന്തോഷം കൊടുക്കാൻ പോലും ചിലപ്പം ഓർക്കുകയില്ല. മറ്റൊന്നുമല്ല ആ ടിവിയിൽ കാണുന്നത്. അതുകൊണ്ട് പലപ്പോഴും ആ വാല്യൂസ് ആണ്. ഇപ്പൊ മീഡിയ ആണ് പലപ്പോഴും സ്ത്രീകളെ കാണിക്കുന്നത് സെക്സ് ഓബ്ജക്ട്സ് ആയിട്ടാണ്. അപ്പോഴ് നമ്മുടെ നാട്ടില് സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം. ഈവൻ കുട്ടികളെ പോലും ബലാത്സംഗം ചെയ്യുന്നതായിട്ട് നമ്മൾ ധാരാളം കേൾക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ കുട്ടികൾക്ക് സ്ത്രീകളോട്ടുള്ള ബഹുമാനം വർദ്ധിപ്പിക്കാനും സ്ത്രീകളെ നമ്മുടെ ഭാരത സംസ്കാരത്തിൽ എങ്ങനെയാണ് സ്ത്രീയെ കരുതിയിരുന്നു എന്നൊക്കെ വിചാരിക്കാനും ഒക്കെ ഉള്ള ഒരു വിചിന്തനം ചെയ്യാനുള്ള ഒരു സമയം കൂടിയാണ്. തീർച്ചയായിട്ടും നമ്മൾക്കറിയാം, നേരത്തെയുള്ള മിഷണറിമാർ ഇവിടെ വന്ന് ക്രിസ്തുമതം പ്രചരിപ്പിച്ചപ്പോൾ ഫോറിൻ മിഷണറീസ് ഒക്കെ അവരുടെ ഭാര്യമാരൊക്കെ നല്ലവണ്ണം സ്കൂളുകൾ നടത്തുകയും അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. പല ആശുപത്രികൾ നടത്തുകയും സാമൂഹ്യ സേവനം നടത്തുകയൊക്കെ ചെയ്തിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ കൊച്ചുമാർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിൽ സാധാരണ മനുഷ്യനെ പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാനും പഠിപ്പിക്കാനും കഴിയും. ആധ്യാത്മികമായിട്ടുള്ള ഒരു സ്പിരിച്വൽ ഒരു ശക്തി അവർക്കുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് ശരിയേത് തെറ്റേതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇത് ശരിയല്ലെന്നും ഇതാണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടിയെന്നും ഉറപ്പോടെ പറയാൻ കഴിയും. അങ്ങനെ കഴിയണം. സ്ത്രീകൾ സൈലന്റ് ആയിട്ടിരിക്കുകയല്ല വേണ്ടത്. നിങ്ങളിൽ ചിലരെങ്കിലും കണ്ടു കാണും ഇന്ത്യാസ് ഡോട്ടർ എന്ന ഫിലിം. അത് ഇന്ത്യ നിരോധിച്ചു. അതിനു മുമ്പ് പലരും ഡൗൺലോഡ് ചെയ്ത് വെച്ച് ഞാനത് കണ്ടത്. അതിലെ വക്കീല് പോലും പറയുന്നത് സ്ത്രീക്കെതിരായിട്ടാണ്. അതായത് എന്തിനാണ് അവർ രാത്രി തന്നെ ഇറങ്ങിപ്പോയത്,
എൻ്റെ വീട്ടിൽ ഒരാൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അവരെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുമായിരുന്നു എന്നാണ് വക്കീൽ പോലും പറയുന്നത്. ഇന്ത്യ ബാൻ ചെയ്തു. ദാറ്റ്സ് അവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വിമൻ എന്നുള്ളതാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും സ്ത്രീയെ ബഹുമാനിക്കാനും സ്ത്രീകളോടുള്ള കരുതൽ വർദ്ധിപ്പിക്കാനും ഒക്കെ ഉള്ള ചുമതല നമ്മൾക്കുണ്ട്. അതുകൊണ്ട് കുറച്ച് ഒരു മാസത്തിനകം ഏകദേശം കാൽക്കട്ടയിലൊരു AICCWന്റെ ഒരു സെമിനാർ നടത്താൻ പോകുന്നത്. അതായത് സെക്ഷൽ വർക്കേഴ്സ് ആയിട്ട് പോകുന്ന സ്ത്രീകളുടെ അവർക്ക് ജീവിക്കാൻ വേറെ മാർഗമില്ലാതായിട്ട് അങ്ങനെ അങ്ങ് പോകുന്ന കുറെ ആളുകളുണ്ട്. അവരുടെ കുട്ടികളെ വളർത്തുന്ന സ്ഥാപനത്തിൽ നമ്മൾക്ക് പോയി താമസിക്കാമെന്നും ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യണമെന്നും ഒക്കെയാണ് NCCയുടെ ഈ AICCWന്റെ സെക്രട്ടറി മോമിത എന്നെ ഇന്നലെ വിളിച്ച് പറഞ്ഞു. ഞാൻ പറയുന്നത് നല്ല കാര്യമാണ്, തീർച്ചയായിട്ടും വി ഷുഡ് ഡു സംതിങ് ഫോർ ദം. അപ്പം നമ്മള് സമൂഹത്തില് വളരെയധികം ദുഃഖം അനുഭവിക്കുന്നവരുടെ അടുക്കെ ഇറങ്ങി ചെല്ലാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും തീർച്ചയായിട്ടും നമ്മൾക്ക് അച്ഛന്മാരുടെ കൊച്ചുമാർക്ക് ഒരു അവസരം ലഭിക്കുന്നുണ്ട്. ദൈവത്തിന്റെ കൃപ കാരണം ആധ്യാത്മികമായിട്ടുള്ള നല്ല അറിവും ജ്ഞാനവും ജീവിതവുമുള്ളവരുടെ അച്ഛന്മാരുടെ കൂടെ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയുള്ള സമൂഹത്തിന് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ്. തീർച്ചയായിട്ടും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യണം. 20th സെഞ്ച്വറി ജീവിതത്തെ പറ്റി T.S. എലിയട്ട് പറയുന്ന ഒരു വേസ്റ്റ്ലൻഡ് എന്നാണ്. നോബൽ പ്രൈസ് കിട്ടിയ കവിതയാണ്. വേസ്റ്റ്ലൻഡ് എന്നാണ്. ഊഷരഭൂമിയാണ്. ഒരു സ്നേഹവും ഒന്നും അതില് വളരുന്നില്ല എന്നുള്ളതാണ്. നമ്മൾക്കറിയാം, പല അമ്പലങ്ങളിലും നമ്മൾ കേൾക്കുന്നുണ്ട്, പ്രായമായവരെ അവിടെ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോകുന്നു മക്കളെന്ന്. യൂസ് ആൻഡ് ത്രോ കൾച്ചറിലാണ് നമ്മൾ ജീവിക്കുന്നത്. അന്നേരം അത് ഈ പാശ്ചാത്യ സംസ്കാരത്തിൽ നിന്ന് നമ്മൾ പല കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നുണ്ട്. മാതാപിതാക്കളെ സ്നേഹത്തോടെ ശ്രദ്ധിക്കുന്നുണ്ടോ, അവരെ കരുതുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. പരമൽ തിരുമേനിയുടെ പറ്റി ഒരു വിശുദ്ധന്റെ ജീവിതവും ചിന്തകളും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ തന്നെ ഇപ്പോഴ് അവിടെ താമസിക്കുന്ന അനന്തരാവകാശിയായ ഡോക്ടർ എലിയാസ് ജിമ്മി ചാത്തുരുത്തി എഴുതിയ ഒരു പുസ്തകം നിങ്ങളൊക്കെ ഒരുപക്ഷെ വായിച്ചിട്ടുണ്ടാകും. 2-3 ദിവസമായിട്ട് ഇവിടെ എന്താ പറയേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആ പുസ്തകം വീണ്ടും 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 വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യായിരുന്നു. ആ പുസ്തകത്തില് കൽപ്പനകൾ കൂടുതലും കുടുംബത്തോടുള്ളതും കുടുംബത്തിലെ ആളുകൾ എങ്ങനെ പെരുമാറണം, ജീവിക്കണം എന്നുള്ളതില്, കുടുംബത്തിലെ പരസ്പരം സ്നേഹം അങ്ങേയറ്റം ഉണ്ടാകണമെന്നാണ് പരമൽ തിരുമേനി പറയുന്നത്. പിണക്കം ഉണ്ടാകല്, ഈർഷ്യ ഉണ്ടാകല്, പകയുണ്ടാകല്, പരസ്പരം സ്നേഹം ഉണ്ടാകണമെന്നാണ് പറയുന്നത്. അദ്ദേഹം അതുപോലെ തന്നെ ആ കുടുംബത്തിലെ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ മക്കളെയൊക്കെ വിദ്യാഭ്യാസം വളരെ പ്രധാനമാണെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം പല സ്കൂളുകളും സ്ഥാപിച്ചു. അന്നത്തെ കാലത്ത് ഗവൺമെന്റ് സ്കൂളുകളാണ് അങ്ങേയറ്റം നന്നായിട്ട് പ്രവർത്തിച്ചിരുന്ന 70കൾ വരെ. അദ്ദേഹം അതേപ്പറ്റിയും പറയുന്നുണ്ട്, വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനം, അത് ഏതൊരാളിന്റെ അവകാശമായിട്ട് അന്ന് ഗവൺമെന്റ് കരുതിയിരുന്നു. അദ്ദേഹമാണ് തുമ്പോണിലുള്ള ഒരു സ്കൂള്, ഇംഗ്ലീഷ് സ്കൂൾ ആദ്യമായിട്ട് സ്ഥാപിച്ചത് 1895. വിരണത്തിന്റെയും തുമ്പോണിന്റെയും ഭദ്രാസന അധിപനായിരുന്ന അദ്ദേഹമാണ് തുമ്പോണ ഇംഗ്ലീഷ് സ്കൂള് സ്ഥാപിച്ചത്. മറ്റു പല സ്കൂളുകളും സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം വളരെയധികം അധ്വാനിച്ചതായിട്ട് നമ്മൾക്ക് കാണാം. ആ തിരുമേനി എഴുതിയിരിക്കുന്നത് ആ കൽപ്പനകളിലൊക്കെ ഈവൻ അധസ്ഥിതരായിട്ടുള്ള സമൂഹത്തില് ദളിതരായിട്ടിരിക്കുന്ന അധസ്ഥിതരായിട്ടുള്ള ആളുകളെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാമെന്നും തിരുമേനി ചിന്തിച്ചതായിട്ടും പ്രവർത്തിച്ചതായിട്ടും നമ്മൾക്ക് കാണാം. നമ്മൾക്കറിയാം, ഇന്നും പത്രത്തിൽ വായിക്കുന്നുണ്ട്, ദളിതരെ ഇന്ത്യയിൽ ചുട്ടുകൊല്ലുന്നതായിട്ട് നമ്മൾ ധാരാളം വായിക്കുന്നുണ്ട്. നമ്മൾ സുറിയാനി ക്രിസ്ത്യാനികളാണ്. ആദിമ നൂറ്റാണ്ടിൽ തന്നെ ക്രിസ്ത്യാനികളായവരാണ്. ബ്രാഹ്മണ കുലത്തിൽ നിന്നാണ് നമ്മൾ പലരും ഇങ്ങോട്ട് കൺവേർട്ടഡ് ആയത്. സോ വി ആർ വി ബിലോങ് ടു ദ അപ്പർ കാസ്റ്റ് എന്നുള്ളത് നമ്മുടെയൊക്കെ വീടുകളിൽ തന്നെയും തീർച്ചയായിട്ടും ദളിതരെ
അത്രയ്ക്കൊപ്പം ഒന്നും കരുതിയിരുന്നില്ല. എന്നാൽ അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന തിരുമേനി അവർക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നതായിട്ട്, സ്ലീബാദാസ സമൂഹത്തിന്റെ തിരുമേനി അങ്ങനെയൊക്കെ പ്രവർത്തിച്ചിരുന്നതായിട്ട് കാണുന്ന ഉടനെ ഇന്നും അവരുടെ ആ പ്രവർത്തനങ്ങള്, അവരുടെ മനുഷ്യ സ്നേഹം എന്നുള്ളത് നമ്മളുടെ ജീവിതത്തിലും പകർത്തേണ്ടതാണ് എന്നുള്ളത് നമുക്കൊരു വലിയ പാഠമായിട്ട് നമ്മൾ എടുക്കേണ്ടിയാണ്. ഞാൻ കോളേജിൽ പ്രിൻസിപ്പലായിരിക്കുമ്പം, അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന കാലത്താണെങ്കിലും ഇംഗ്ലീഷിനൊക്കെ തോക്കുന്നത് കൂടുതലും SC/ST കുട്ടികളാണ്. അവരുടെ ബാക്ക്ഗ്രൗണ്ട് അവർ ഇംഗ്ലീഷ് പഠിച്ചൊന്നും അല്ല. ഇപ്പൊ എൻ്റെ ഗ്രാൻഡ് ചൈൽഡ് ഒരു 3 വയസ്സേ ഉള്ളൂ. ഒരു സൂപ്പർ ഇംഗ്ലീഷാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നും. എന്ത് പറഞ്ഞാലും ഇംഗ്ലീഷിൽ തന്നെ. ഒരുപക്ഷെ അവളുടെ അപ്പനും അമ്മയും കൂടുതൽ ഇംഗ്ലീഷ് പറയുന്നതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ അവളെ മലയാളത്തിൽ യഹോവ എൻ്റെ ഇടയനാകുന്നു എന്നൊക്കെ പറയാൻ പഠിപ്പിക്കുവാണ്. മലയാളം നന്നായിട്ട് പഠിക്കണം, മാതൃഭാഷ നന്നായിട്ട് വരണം. അവൾ ഈ നാട്ടിലല്ലാത്തത് കൊണ്ട് തമിഴും ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ 3-ാം വയസ്സിൽ തന്നെ പറയുന്നുണ്ട്. ഞാന് പറയാൻ വന്നത്, എന്താണ്, നമ്മള് സമൂഹത്തില് അധസ്ഥിതരായിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സഭയാകമാനവും ചെയ്യേണ്ടതായിട്ടുള്ളത്. പ്രിൻസിപ്പൽ തന്നെ എനിക്കറിയാം SC/ST കുട്ടികൾക്ക് ഒരു റിസർവേഷൻ ഉണ്ട്. എന്നാൽ ദളിത് ക്രിസ്ത്യൻസിന് ഒരു റിസർവേഷനും ഇല്ല. എനിക്ക് ഏറ്റവും വിഷമം തോന്നിയിട്ടുള്ള കാര്യമാണ്, ദളിത് ക്രിസ്ത്യൻസ് ആയിട്ട് വന്നിട്ട് പറയും, ടീച്ചറെ എനിക്കൊരു BCom അഡ്മിഷൻ വേണമെന്ന് അപ്പൻ എൻ്റെ മകള് പറയുന്നു എന്ന് പറഞ്ഞാല് നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ളത്. ഞാൻ കൊറിയയിൽ NCCIയുടെ വേൾഡ് കൗൺസിൽ ഓഫ് ചേർച്ചസിന്റെ ഒരു സെമിനാറിൽ പങ്കെടുക്കുമ്പോഴും ഞാൻ തുറന്നു പറഞ്ഞ ഒരു കാര്യമാണ്. ഇന്ത്യൻ ദളിത്സിനെ പറ്റി അവിടെ കൊറിയയിൽ സംസാരിച്ചായിരുന്നു, അവിടെ ഒരു സെമിനാറിൽ. അന്നേരം ഞാൻ പറഞ്ഞത്, വി ഹാവ് ടു ട്രൈ ഫോർ ദാറ്റ് ആൻഡ് ഗെറ്റ് റിസർവേഷൻ ഈവൻ ഫോർ ക്രിസ്ത്യൻസ്. ദളിത് ക്രിസ്ത്യൻസിനെ ഒരു തരത്തിലും അങ്ങനെ നമ്മൾ ആ റിസർവേഷൻ ഇതിൽ വരുന്നില്ല. നമ്മളുടെ കൂർലോസ് തിരുമേനിയൊക്കെ, അതായത് യാക്കോബായ സഭയിലെ കൂർലോസ് തിരുമേനിയൊക്കെ പാർലമെന്റ് മുമ്പിൽ സമരത്തിന് പോയി അടിവരെയൊക്കെ കൊണ്ടതാണ്. ഞാൻ മുമ്പേ പറഞ്ഞ സുനിലച്ഛനൊക്കെ ദളിത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ്. അങ്ങനെയൊക്കെയുള്ള തീർച്ചയായിട്ടും അധസ്ഥിതർക്ക് വേണ്ടിയിട്ട് എത്രയോ നാള് മുമ്പേ, 100 വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ പരിമൽ തിരുമേനി ശ്രമിച്ച് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾക്കും ചെറിയ ചെറിയ പ്രവർത്തനങ്ങളെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും കൊച്ചന്മാർക്ക് അക്ഷരങ്ങളാണെങ്കിലും ദളിത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. അക്ഷരത്തെറ്റുണ്ടാക്കുന്നവരെ നന്നായിട്ട് അക്ഷരം പറഞ്ഞു കൊടുക്കാനെങ്കിലും അവർക്ക് കഴിയും. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു സമീപനവും ഈ ബസ്കിയാമ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഉണ്ടായിരുന്നതിൽ നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നതാണ്. നമ്മളുടെ തിരുമേനിമാരെ പറ്റി ചിന്തിക്കുന്നുണ്ടേ, ഈ പരിമൽ തിരുമേനിയെ പറ്റി തന്നെ ചിന്തിച്ചു. ആ പുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പം മനുഷ്യരോട് മാത്രമല്ല പ്രകൃതിയോടും അതുപോലെ തന്നെ മൃഗങ്ങളോടുമുള്ള സ്നേഹത്തെ പറ്റിയും ആ പുസ്തകത്തിൽ നന്നായിട്ട് പറയുന്നുണ്ട്. പരിമൽ തിരുമേനിയുടെ ചാതുരത്തി ഭവനത്തിൽ ഒരു ആനയുണ്ടായിരുന്നു. ആ ആനക്കാരൻ അതിനെ അത് ഇടയ്ക്കൊക്കെ ഇടച്ചിൽ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്ന കാരണം അതിന്റെ ഭക്ഷണം കുറയ്ക്കുകയും അത് വല്ലാതെ ക്ഷീണിക്കുകയും ചെയ്യുന്നുണ്ടേ. ആ പരിമൽ തിരുമേനി അത് അറിഞ്ഞിട്ട് ആ ആനക്കാരനെ മാറ്റണമെന്നും വേറൊരാനയും ഇതുപോലെ ക്രൂരമായിട്ട് പീഡിപ്പിച്ച് കൊന്ന ആളാണ് ആനക്കാരനെന്നും തീർച്ചയായിട്ടും അതിനെ ഒരു പക്ഷേ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നും ഒക്കെ എത്ര കരുതലോടെയാണ് അത് ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ അതിന് മരുന്ന് കൊടുക്കണം, എന്നിട്ട് അതിന്റെ ആരോഗ്യം സംരക്ഷിക്കണമെന്നും ഒക്കെ. നമ്മുടെ പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ ജീവചരിത്രം വായിച്ചാലും നമ്മൾക്കത് മനസ്സിലാകും. അടുത്തുള്ള ഒരു പട്ടി അരമനയിൽ ആ തിരുമേനി താമസിക്കുന്നത് ഭക്ഷണം കഴിച്ചിരുന്നു. കുറെ ദിവസം പട്ടിയെ കണ്ടില്ല. പട്ടി പെറ്റ് കുഞ്ഞുണ്ടായ തിരുമേനി പിന്നെ അത് വന്നപ്പോ ചോദിച്ചു, നിന്റെ കുഞ്ഞെന്തിയെന്ന്. ആ പട്ടി അടുത്ത സമയം തന്നെ ആ കുഞ്ഞിനെ കടിച്ചുകൊണ്ടുവന്ന് പാമ്പാടി തിരുമേനിയുടെ മുമ്പില് കൊണ്ട് കാണിച്ചു. ഇതൊക്കെ വായിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ദേഹത്തെ കുളിര് കോരും. ഇങ്ങനെയാണ് ഈ പരിശുദ്ധന്മാർക്ക് മൃഗങ്ങളോട് പോലും അവരുടെ ഭാഷ പോലും മനസ്സിലാക്കി അവരോട് സംസാരിക്കാൻ പറ്റുന്നതെന്ന്. ഇവരെല്ലാം ദൈവസ്നേഹത്തില്
ആധ്യാത്മികതയിൽ ദൈവവുമായിട്ട് നിരന്തരം സംസർഗം ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ്. നമ്മൾക്കറിയാം, പരമൽ തിരുമേനിയുടെ ഇത് വായിക്കുവാണെങ്കിൽ ഒരു ഏകാന്ത സന്യാസിയായിട്ട് മൗനത്തിലും ധ്യാനത്തിലും ഇരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വെട്ടിക്കൽ കുരിശുപള്ളി മുളന്തുരുത്തി പള്ളിയോട് ചോദിച്ചു വാങ്ങിക്കുകയും ശാന്തമായിട്ട് അവിടെ ഇരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു, പ്രാർത്ഥനയിലും ധ്യാനത്തിലും. അപ്പൊ ദൈവവുമായിട്ട് നിരന്തരം സംസാരിച്ചുകൊണ്ട് മറ്റു മനുഷ്യരുമായിട്ട് ഉള്ള ബന്ധം അധികമാകാതെ നിരന്തര ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന താപസനായിട്ട് കഴിയുമ്പോഴും മൃഗങ്ങളോടും ഈ പാമ്പാടി തിരുമേനിയുടെ ഒക്കെ ഉദാഹരണത്തില് നമ്മൾക്ക് അങ്ങനെ ഒരു നല്ല ഓർത്തഡോക്സ് ട്രഡീഷൻ ഉണ്ടെന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ അഭിമാനമായിട്ടുള്ള കാരണം. ഞാന് NCCയുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഇപ്പോൾ ഉള്ളതുകൊണ്ട് പലപ്പോഴും നോർത്ത് ഇന്ത്യയിലൊക്കെ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ റാഞ്ചിയിലായിരുന്നു ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി. റാഞ്ചിയിൽ വെച്ചിട്ട് അവര് ഞങ്ങളെ പള്ളിയിൽ കമ്മിറ്റി കഴിഞ്ഞ ഒരു പള്ളിയിൽ സ്വീകരിച്ചു. അപ്പോഴെന്തോ ആദിവാസികളാണ് അവിടുത്തെ. നമ്മള് ഒരു സംസ്കാരവും വലുതായിട്ടൊന്നുമില്ല, പക്ഷെ അവർക്ക് അവരുടെ തനതായിട്ടുള്ള സംസ്കാരങ്ങൾ ഉണ്ട് താനും. അങ്ങനെ വിചാരിക്കുന്ന ആദിവാസികള് വന്ന് സ്വീകരിച്ചത് കൈ കഴുകി തുടച്ചിട്ടൊക്കെയാണ്. അപ്പൊ അവിടുത്തെ ഒരാള് പറഞ്ഞു, സാധാരണഗതികൾ ആദിവാസികൾ സ്വീകരിക്കുന്നത് കൈയും കാലും കഴുകി തുടച്ചിട്ടാണ്. അവിടെ ആ മീറ്റിങ്ങിന്റെ ആ ഹാളിലായതുകൊണ്ട് അവര് കാല് കഴുകിയില്ല, കൈ കഴുകി മുഖം കഴുകി നമ്മളെ തുടച്ചു എന്നുള്ളത്. എത്ര താഴ്മയോടെയുള്ള ഒരു സ്വീകരണമാണ് അവര് അതിഥികളെ ബഹുമാനിച്ച് അവര് തന്നെ താഴ്മയോടെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് തോന്നുന്നു. AICCWന്റെ ഒരു ഭാഗമായിട്ട് വേൾഡ് ഡേ ഓഫ് പ്രെയർ നടത്തും. അത് നാഗ്പൂരിൽ നടന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് അതിൽ പങ്കെടുത്തത്. അപ്പോഴ് നമ്മള് കഷ്ടാനുവാഴ്ച തിരുമേനിമാര് അച്ഛന്മാരുടെയൊക്കെ കാല് കഴുകുന്നത് കണ്ടിട്ടുണ്ട്, കാല് കഴുകൽ ശുശ്രൂഷ. എന്നാല് സ്ത്രീകള് മറ്റു സ്ത്രീകളുടെ കാല് കഴുകുന്ന ഞാൻ അന്തം വിട്ടുപോയി. ഇറ്റ്സ് ഹംബ്ലിങ് ourselves. നമ്മളെ തന്നെ താഴ്ത്തുകയും മറ്റുള്ളവരെ ഉയർത്തി കാണുകയും ഒക്കെ ചെയ്യുന്ന ഒരു അനുഭവമാണ്. ഇതെല്ലാം മറ്റ് സംസ്കാരങ്ങളിൽ നിന്നും മറ്റ് സഭകളിൽ നിന്നും ഒക്കെ നമ്മൾക്ക് നല്ല കാര്യങ്ങള് പഠിക്കാവുന്നതാണ്. എന്നാല് നമ്മുടെ ഓർത്തഡോക്സ് ട്രഡീഷൻ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ പിതാക്കന്മാര് വളരെ അഗാധമായിട്ടുള്ള ആത്മീയ ജീവിതത്തിൽ നിന്ന് നമ്മൾക്ക് എഴുതി തന്നിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ നമ്മൾ ചൊല്ലുന്നുണ്ട്. നമ്മളത് ശ്രദ്ധയോടെയാണോ ചൊല്ലുന്നത്? നമ്മളതൊക്കെ മനസ്സിലാക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് നമ്മുടെ അടുത്ത തലമുറ അത് മനസ്സിലാക്കുന്നുണ്ടോ എന്നൊക്കെ വളരെയധികം ചിന്തിക്കും. ഈയിടെ ഡൽഹിയിൽ വെച്ചിട്ട് ഒരു സാമച്ചന്റെ അദ്ദേഹത്തെ കോർപ്പിസ്കോപ്പ് ആകുന്ന ചടങ്ങില് ബാവ തിരുമേനിയായിരുന്നു. അദ്ദേഹം സംസാരിച്ചത് മുഴുവനും 50 വർഷങ്ങൾക്ക് ശേഷം നമ്മളുടെ കുട്ടികള് ഈ ഓർത്തഡോക്സ് വിശ്വാസത്തിൽ ഉണ്ടാകുമോ, അവരതിൽ തന്നെ നിലനിൽക്കുവോ, നമ്മൾ അവരെ അതിൽ പഠിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെയായിരുന്നു. തീർച്ചയായിട്ടും ഇതിലൊക്കെ നല്ല വിജ്ഞാനമുള്ള, ഇതിന്റെ ചരിത്രത്തെ പറ്റിയും അതിന്റെ അനുഷ്ഠാനങ്ങളെ പറ്റിയൊക്കെ നല്ലോണം അറിയുന്ന കൊച്ചമ്മമാർക്ക് നമ്മുടെ അടുത്ത തലമുറയെ തീർച്ചയായിട്ടും സ്വാധീനിക്കാൻ കഴിയും. അങ്ങനെയുള്ള അവരുടെ കഴിവുകള് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തണേ എന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന. നമ്മള് കുറച്ചുനാൾ മുമ്പൊക്കെ ഞങ്ങളൊക്കെ കൊച്ചിലെ ആയിരുന്നപ്പം ശനിയാഴ്ച ഒന്നും പഠിക്കാൻ സമ്മതിക്കത്തില്ല. ശനിയാഴ്ചയൊക്കെ നമസ്കാരക്രമമൊക്കെ വായിക്കുകയും അത് പാട്ടുപാടുകയൊക്കെ ചെയ്യുന്നത്. എൻ്റെ വല്യപ്പച്ചൻ ഓർക്കുന്നു, നമസ്കാരം മുഴുവൻ തീർന്നപ്പോൾ ഇനി നീ കുർബാന തുടങ്ങുന്നുണ്ടോ എന്ന് അപ്പച്ചൻ കളിയാക്കി ചോദിച്ച് ഓർക്കുന്നുണ്ട്. നമസ്കാരം മുഴുവനും ചൊല്ലുവാണ് അങ്ങനെ. പക്ഷെ ഇന്നത്തെ കാലത്തോ ഞായറാഴ്ച പോലും നമ്മൾ കുട്ടികളെ ട്യൂഷനൊക്കെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. സോ ദർ ഇസ് എ ഗ്രേറ്റ് ചേഞ്ച്, ഒരു പാരഡൈം ഷിഫ്റ്റ് ഉണ്ട്, നമ്മുടെ കാഴ്ചപ്പാടിൽ തന്നെ വന്നിട്ടുണ്ട്. എന്നാല് നമ്മുടെ ആധ്യാത്മികമായിട്ടുള്ള ആഴങ്ങളിലേക്ക് വീണ്ടും ചെല്ലാനും അതില് നമ്മൾക്ക് അനുഗ്രഹങ്ങളും കൃപകളും പ്രാപിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങള് നഷ്ടപ്പെടുത്താതിരിക്കാനും തീർച്ചയായിട്ടും
സാധാരണ ജനങ്ങളെ സഹായിക്കാൻ കൊച്ചന്മാർക്ക് കഴിയുമെന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഞാൻ ഓർക്കുവാണ്, ഈ മനുഷ്യന്റെ പേഴ്സണലായിട്ടുള്ള ജീവിതത്തെ മെഡിറ്റേഷൻ കൊണ്ട് പ്രാർത്ഥന കൊണ്ട് ഒക്കെ എങ്ങനെ ഏറ്റവും ഉന്നതമാക്കി എടുക്കാം എന്നുള്ളത് ഏക്നാഥ് ഈശ്വരൻ എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. പിന്നെ അമേരിക്കയിൽ പോയ ധാരാളം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എഴുതുന്ന ആളായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പല പുസ്തകങ്ങളും വായിക്കാറുണ്ട്. ഏക്നാഥ് ഈശ്വരൻ അദ്ദേഹത്തിന്റെ അക്ഷരാഭ്യാസം ഇല്ലാത്ത അമ്മയെ പറ്റിയാണ് ഏറ്റവും വലിയ അദ്ദേഹത്തിന്റെ ഗുരുനാഥയായിട്ട് കരുതിയിരിക്കുന്നത്. ആ വല്യമ്മയെ പറ്റി എന്ത് ഇത് പ്രശ്നം വന്നാലും ആ വല്യമ്മ അതെങ്ങനെയാണ് സോൾവ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഏക്നാഥ് ഈശ്വരൻ പറയുന്നത് ഉള്ളില് ഭയങ്കരമായിട്ടുള്ള സൗന്ദര്യം ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് ആ വല്യമ്മ എന്നാണ്. ഇന്നത്തെ കാലം പുറമേയുള്ള സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് ധാരാളം ആളുകൾ ശ്രമിക്കുന്നുണ്ട്. കൊച്ചുകുട്ടികളെ ആണേൽ പോലും, ടീനേജേഴ്സ് ആണേൽ ഭയങ്കരമായിട്ട് അവരുടെ സൗന്ദര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രായമായവർ ഒക്കെ ആണല്ലോ ആരോഗ്യത്തിലും സൗന്ദര്യത്തിലും ഒക്കെ നോക്കുന്നത്. എന്നാൽ നമ്മുടെ ആരോഗ്യം നോക്കുക. പെണ്ണുങ്ങളുടെ കാര്യത്തിൽ ഞാൻ എപ്പോൾ പെണ്ണുങ്ങളെ അഡ്രസ്സ് ചെയ്താലും പറയും, തീർച്ചയായിട്ടും ആരോഗ്യം ശ്രദ്ധിക്കണം, യോഗ ചെയ്യണം, എന്നാലേ അസുഖങ്ങൾ കുറയുള്ളൂ എന്നൊക്കെ പറയും. എനിക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ക്ഷീണമായി തുടങ്ങി. 2 മാസം മുമ്പ് ഞാൻ ഒരു മാസത്തേക്ക് യോഗ ക്ലാസ്സിന് പോയി കഴിഞ്ഞപ്പം ഭയങ്കര വ്യത്യാസം ഉണ്ടായിരുന്നു. അന്നേരം അതൊക്കെ റെഗുലറായിട്ട് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ശാരീരികമായിട്ട് ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് മുഴുവനും ഫിസിക്കലായിട്ട് എക്സസൈസ് ചെയ്യാതിരിക്കുന്നതാണ്. അച്ഛന്മാർക്ക് എന്തുമാത്രം ചെയ്യാൻ പറ്റും? എനിക്ക് തോന്നുന്നു അച്ഛന്മാരെയും വെളുപ്പിനെ എണ്ണിപ്പിച്ച് അച്ഛ ഒന്ന് നടക്കാൻ പോകും, അസുഖമൊക്കെ ഒന്ന് കുറയുമെന്ന് കൊച്ചന്മാര് സ്നേഹത്തോടെ പറഞ്ഞാൽ തീർച്ചയായിട്ടും അവര് ചെയ്യുമായിരിക്കും. അത് വളരെ പ്രധാനമാണ്. അച്ഛന്മാരാണേലും അവരുടെ ബിസി ഷെഡ്യൂളിൽ. ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ വളരെ പ്രധാനമാണ് ആന്തരിക സൗന്ദര്യം എന്ന് ഏകനാഥ് ഈശ്വരൻ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ വല്യമ്മയെ പറ്റി പറയുന്നത് പല പല ഗുണങ്ങള് ആ വല്യമ്മയിൽ ഉണ്ടായിരുന്നു അവർ കാണുന്നത്. അതായത് മനുഷ്യരോട് ക്ഷമിക്കാനുള്ള കഴിവ്, അതുപോലെ തന്നെ ശാന്തമായിട്ട് സംസാരിക്കാൻ, ശാന്തമായിട്ടുള്ള ചിന്തകളാണ് ശാന്തമായിട്ട് സംസാരിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവരോട് കരുതാനുള്ള അവരുടെ ഒരു ശ്രമം, ഇതൊക്കെ തീർച്ചയായിട്ടും ആന്തരിക സൗന്ദര്യം വർദ്ധിപ്പിക്കും. തീർച്ചയായിട്ടും സ്ത്രീകളെന്ന നിലയിൽ ആന്തരിക സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. അതിനെപ്പറ്റി ഒരു ഹിന്ദു സന്യാസി പറഞ്ഞിരിക്കുന്ന ഒരു വാക്കുണ്ട്, ഒരു ഇതുണ്ട്, ഒരു സിമിലിയുണ്ട്, ഒരു കമ്പാരിസൺ ഉണ്ട്. അദ്ദേഹം പറയുന്നത് ഒരു ആന്തരിക സൗന്ദര്യം ഉള്ള ഒരാള് ഒരു താമരപ്പൂ പോലെയാണ്. അതിലേക്ക് തേനീച്ചകൾ തരുകയും വരും. താമരപ്പൂ എത്ര അഴുക്കില് ആണെങ്കിൽ അത് വളർന്നു വരുന്നെങ്കിലും താമരപ്പൂവാകുമ്പോഴേക്കും അതിന്റെ സൗന്ദര്യം, സൂര്യൻ ഉദിക്കുമ്പോഴത്തേക്കും അതിന്റെ സൗന്ദര്യം കണ്ട് എന്താണ് തേനീച്ചകളെല്ലാം അതിന്റെ അടുത്തോട്ട് എത്തിച്ചേരുവാണ്. ആ ആന്തരിക സൗന്ദര്യം വളരെ പ്രധാനമാണെന്നാണ് പറയുന്നത്. നമ്മൾ ഇന്നത്തെ കാലത്തെ നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാകും, ഈ ഹാഫ് ഗേൾ ഫ്രണ്ട് ഒക്കെ എഴുതുന്ന ചേതൻ ഭഗത്. നല്ല എഴുത്തുകാരനാണ്. ഇന്ത്യയിലെ പല കാര്യങ്ങളെ പറ്റി നന്നായിട്ട് സംസാരിക്കുകയും ചെയ്യും. ചേതൻ ഭഗത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പല ലേഖനങ്ങളും എഴുതിയിട്ടുണ്ട്. അതില് ഒരു ലേഖനത്തിൽ എനിക്ക് ഏറ്റവും ശ്രദ്ധയായ, അദ്ദേഹം അത് ഉപദേശിക്കുന്ന സ്ത്രീകൾക്ക് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടെന്ന്. ഇപ്പൊ ഒരു സ്ത്രീ മുറിയിലോട്ട് കയറി വരുമ്പോൾ ഭയങ്കര വണ്ണമാണെങ്കിൽ ഓ എന്തൊരു വണ്ണം എന്ന് പറയാം. അങ്ങനെ people have the ladies have the tendency to judge other women. അത് മാറ്റി വെക്കണമെന്ന് വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള എഴുത്തുകാരനാണ് പറയുന്നത്. അങ്ങനെ പലതരത്തിലും ഉള്ളില് ആന്തരിക സൗന്ദര്യം തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് വർദ്ധിപ്പിക്കാം. നമ്മൾക്കറിയാം, തീർച്ചയായിട്ടും നമ്മളുടെ സന്യാസ ഗുരുക്കന്മാരാണെങ്കിലും നമ്മളുടെ സ്വന്തം ഇച്ഛകളും മാറ്റിവെച്ചിട്ട് മറ്റൊരാളിന്റെ സന്തോഷം എങ്ങനെയാണ് നമ്മൾ കരുതേണ്ടതെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ആളുകൾ, ആശ്രമങ്ങളിലെയൊക്കെ
ജീവിതത്തിലെ വായിക്കുന്നുണ്ട്. എനിക്ക് ബ്രദറിന്റെ പേര് മറന്നു, എനിക്ക് തോന്നുന്നു ബ്രദർ ലോറൻസ് ആണോ, ഇന്നലെ അത് വായിക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തെ ഒരിക്കൽ ആശ്രമത്തിൽ ചേർന്നപ്പോഴ് പാത്രങ്ങൾ കഴുകാനാണ് ഏൽപ്പിച്ചത്. പാത്രങ്ങൾ കഴിയണം, ഒരു 100 പേരുടെ പാത്രങ്ങൾ കഴിയണം ആ സെമിനാർ. അന്നേരം അദ്ദേഹത്തിന് അത് ഭയങ്കര ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു. അപ്പൊ ആശ്രമാധിപന്മാര് പറഞ്ഞു, ഇഷ്ടമില്ലാത്തതാണെങ്കിലും നീ നിന്റെ മനസ്സിനെ അങ്ങനെ അതിങ്ങനെ അനുസരിക്കാൻ പഠിപ്പിക്കണം, അതുകൊണ്ട് ചെയ്യണമെന്ന്. അങ്ങനെ അദ്ദേഹം 100 പേരുടെ പാത്രം കഴുകി അത് കഴിഞ്ഞിട്ട് ആ പ്രാർത്ഥനയോടെ വിശുദ്ധിയിലേക്ക് പോകുന്നതായിട്ട് കാണാം. പലപ്പോഴും നമ്മളൊക്കെ വായിക്കുന്ന കാര്യമാണ് അൽഫോൻസാമ്മയുടെ കഥ. സഹനത്തിന്റെ പുത്രിയായിരുന്നു എന്ന് അൽഫോൻസാമ്മയെ പറ്റി പറയുന്നത്. അതിനേക്കാളും എന്നെ എപ്പോഴും സ്വാധീനിക്കുന്ന ഒരു കാര്യം അൽഫോൻസാമ്മയുടെ അപ്പന്റെ കാര്യമാണ്. അദ്ദേഹമാണ് അൽഫോൻസാമ്മയ്ക്ക് ഏറ്റവും വലിയ സ്വാധീനമായിരുന്നെന്നാണ് പറയുന്നത്. അമ്മ പരിമൽ തിരുമേനിയുടെ അമ്മ 2 വയസ്സിൽ മരിച്ചോ, 10, 50, 60 ദിവസമായപ്പോഴേ അൽഫോൻസാമ്മയുടെ അമ്മ മരിച്ചതാണ്. ചേച്ചിയാണ് നോക്കിയത്. അൽഫോൻസാമ്മയുടെ അച്ഛൻ പക്ഷെങ്കില് ഒരു പ്രത്യേക സ്വഭാവ ഗുണം കാട്ടിയിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹം അൽഫോൻസാമ്മ പറയുന്നത്, ചില വീടുകളില് പോകാന് നമ്മൾക്ക് ഇഷ്ടം കാണത്തില്ല. എന്തിനാണ് നോക്കാത്ത ദേവരെ തൊഴുന്നതെന്നുള്ളത്. അതേസമയം ഈ അച്ഛന്റെ വീട്ടില് ചില ആളുകൾ കുടുംബത്തിലെ വന്നില്ലെങ്കിൽ അച്ഛൻ അങ്ങോട്ട് പോകുമായിരുന്നു. എത്ര വലിയൊരു മനസ്സാണ്. അച്ഛന്റെ വീട്ടിൽ വരാൻ ഇഷ്ടമില്ലാത്തവരെ തിരക്കി അച്ഛൻ അങ്ങോട്ട് പോകുമായിരുന്നു. അപ്പം കുറച്ച് താന്നിട്ട് തന്നെ സഹോദര സ്നേഹം നിലനിർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് എഫർട്ട്. നമുക്കൊരു ഈഗോയിസം ഉണ്ട്, നമുക്കൊരു ഈഗോട്ടിസം ഉണ്ട്. അത് മാറ്റിവെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാൽ ചെറിയ ചെറിയ ശ്രമങ്ങൾ കൊണ്ട് നമ്മൾക്കത് സാധിക്കും. അങ്ങനെയാണ് അവര് ആ വിശുദ്ധിയിലേക്ക് പോയത്. ആ ഒരു വലിയ പാഠം അൽഫോൻസാമ്മയിൽ ഉണ്ടായിരുന്നുകൊണ്ട് അൽഫോൻസാമ്മയെ വിമർശിച്ചിരുന്ന ആ സിസ്റ്റേഴ്സിനെ പോലും അങ്ങേയറ്റം സ്നേഹത്തോടെ കരുതാൻ അൽഫോൻസാമ്മയ്ക്ക് കഴിഞ്ഞു. ഇങ്ങനെ ആധ്യാത്മിക പാഠങ്ങൾ നമ്മുടെ ജീവിതത്തില് നമ്മൾ സ്വായത്തമാക്കുമ്പോൾ തീർച്ചയായിട്ടും ഉള്ളിലെ സൗന്ദര്യം കൂടും. അപ്പോഴ് തീർച്ചയായിട്ടും ഏത് സ്ത്രീയും ഉള്ളിലെ സൗന്ദര്യം കൂടുന്തോറും പ്രകാശിതയായിക്കൊണ്ടേയിരിക്കും. അത് നമ്മളുടെ ഏത് സ്ത്രീക്കും ആവശ്യമാണ്. നമ്മളുടെ കുടുംബത്തില് നമ്മുടെ വീടുകളിൽ കാണുന്ന അപ്പം കുറെ കഴിയുമ്പോൾ അവരെ ആളുകൾ ശ്രദ്ധിക്കുന്ന ആ ആധ്യാത്മിക സൗന്ദര്യം, ഉള്ളിന്റെ സൗന്ദര്യം കൊണ്ടാണ്. പുറമേയുള്ള സൗന്ദര്യം തീർച്ചയായിട്ടും മാറിക്കൊണ്ടിരിക്കും. എന്നാൽ ഉള്ളിന്റെ സൗന്ദര്യം വർദ്ധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഇങ്ങനെ ഉള്ളിലെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മളുടെ കൊച്ചുമകൾക്ക് കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ എനിക്ക് വേറെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ ഈ അച്ഛന്മാരൊക്കെ തിയോളജി പഠിച്ചതാ, പക്ഷെ കൊച്ചുമാർ എത്രമാത്രം പഠിച്ചാണെന്ന് എനിക്കറിയത്തില്ല. നമ്മളുടെ ഈ സഭയ്ക്ക് അതിനുള്ള പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അതിലും എന്തുമാത്രം അവര് ആ തിയോളജിയൊക്കെ പഠിക്കുന്നു എന്ന് അറിയത്തില്ല. ഈ സെറംപൂർ യൂണിവേഴ്സിറ്റിക്കൊക്കെയാണ് ലോങ് ഡിസ്റ്റൻസ് പ്രോഗ്രാംസ് ഉണ്ട് തിയോളജി പഠിക്കാനും ഒക്കെ ഉള്ളത്. ഞാൻ അങ്ങനത്തെ ഒരു തിയോളജിക്കൽ ഡിഗ്രി എടുത്തതാ BCS സെറംപൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നടത്തും. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ തിയോളജി എന്താണെന്നും പഠിക്കാന് സാധാരണ ജീവിതത്തിൽ മാത്രമല്ല ആഴത്തിൽ നമ്മുടെ സഭയുടെ തിയോളജി എന്താണെന്ന് പഠിക്കാൻ, നമ്മുടെ മതപഠനം എന്താണെന്ന് മനസ്സിലാക്കാൻ. ഇന്നത്തെ കാലത്ത് ധാരാളം കുട്ടികൾ മറ്റ് പുതിയ പുതിയ ചേർച്ചസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴ് നമ്മുടെ ഇതില് ആഴമായിട്ടുള്ള അറിവുണ്ടെങ്കിൽ അതിൽ പിടിച്ചു നിർത്താൻ നമ്മൾക്ക് മറ്റുള്ളവരെ കഴിയും. തീർച്ചയായിട്ടും വേദനിക്കുന്ന സഹോദരികൾക്ക് ആശ്വാസം കൊടുക്കാനും വേദനയോടെ ജീവിക്കുന്ന ആളുകൾക്ക് ആശ്വാസം കൊടുക്കാനും ഒക്കെ കൊച്ചന്മാർക്ക് കഴിയും. അവർക്ക് തീർച്ചയായിട്ടും ഈ കൂടി വരവ് എന്നുള്ളത് ഞാൻ എപ്പോഴും പറയും. പല സ്ത്രീകളും അവരുടെ ജീവിതത്തിൽ എന്തുമാത്രം ദുഃഖം ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു കുഴപ്പമില്ല, നല്ലതായിട്ടാണ് പോകുന്നതെന്ന് ഒരുതരം പ്രിട്ടൻസ് ആണ് പല ആളുകളും ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇപ്പൊ നമ്മുടെ സ്ത്രീ സമാജത്തിലോ അല്ലെങ്കിൽ ഒരു YWCയിലോ ആത്മാർത്ഥമായിട്ട് ഇത് കേൾക്കുകയും അവരെ ഒന്ന് ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന
ആളുകളുണ്ട്, വലിയ കാര്യം. ഞാൻ ഓർക്കുന്നു, ഞാൻ പ്രിൻസിപ്പലായി കഴിഞ്ഞിട്ട് റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ സഭയിലെ കൗൺസിലിംഗ് സെന്ററിൽ പോയി ഒരു കോഴ്സിന് ജോയിൻ ചെയ്തു. അപ്പോൾ തോമസ് അച്ഛൻ ഞങ്ങളോടൊക്കെ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇതിന് വന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞ മറുപടി ഞാൻ ഒരിക്കലും മറക്കത്തില്ല. എൻ്റെ അടുത്ത് പ്രിൻസിപ്പലായിരുന്നപ്പോൾ പല കുട്ടികളും പെൺകുട്ടികളൊക്കെ വന്ന് പറയും, ടീച്ചറെ ഇതൊന്ന് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ഹൃദയം പൊട്ടിപ്പോകുമെന്ന്. അപ്പം അവരുടെ പഠിത്തത്തിലൊക്കെ പ്രശ്നം ഉണ്ടായിരിക്കും, കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ആണെങ്കിൽ നീ മാത്രമല്ല ഇതിൽ കൂടെ കടന്നു പോകുന്ന ധാരാളം കുട്ടികൾ ഇതുപോലെ പ്രയാസങ്ങളിൽ നിന്ന് വരുന്നതാണ്. നീ നന്നായിട്ട് പഠിക്കൂ, സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കൂ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. എന്നാൽ സാരമില്ല എന്ന് പറയുന്ന ഒരിക്കലും അങ്ങനെ പറയില്ലെന്നാ തോമസ് അച്ഛൻ പറഞ്ഞു തന്നു. അപ്പൊ നമ്മൾക്കൊരു പ്രോപ്പറായിട്ടുള്ള ആശ്വാസം, മറ്റുള്ളവരുടെ പ്രശ്നങ്ങള് വെറുതെ ഒന്ന് കേൾക്കുന്നത് തന്നെ അവരുടെ ഹൃദയത്തിലെ അത് അലിഞ്ഞു പോകാൻ സഹായിക്കും. അത് മറ്റുള്ള സമൂഹത്തിൽ പറഞ്ഞ് അവരെ കളിയാക്കി ചിരിക്കാനല്ല, അവർക്ക് ഉള്ളില് ധൈര്യം കൊടുക്കാനും ആശ്വാസം കൊടുക്കാനും ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ തീർച്ചയായിട്ടും സഹായിക്കും. സ്ത്രീകളുടെ കൂട്ടായ്മകൾ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ സഹായിക്കേണ്ടതാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, സുഗതകുമാരി ടീച്ചർ ഒരിക്കലും KCCയുടെ ഒരു സെമിനാറിന് പ്രസംഗിച്ചപ്പോൾ പറയുന്നുണ്ട്, ധാരാളം പെൺകുട്ടികളാണ് ഇങ്ങനെ അബ്യൂസ്ഡ് ആയിട്ടൊക്കെയുള്ള സെക്ഷൽ അബ്യൂസ് ഒക്കെ സഹിച്ചിട്ട് വരുന്നത്. ഈവൻ ദേ ഹാവ് ഇറ്റ് ഇൻസൈഡ് ദെയർ ഫാമിലീസ്. ഡൊമസ്റ്റിക് വയലൻസ്, അബ്യൂസ്, ഇതൊക്കെ വീടുകളിലുണ്ട്. തുറന്നു പറയാൻ അവര് ശ്രമിക്കുന്നില്ല. സുഗതകുമാരി ടീച്ചർ അതിനു വേണ്ടിയിട്ട് ഒത്തിരി ശ്രമിക്കുന്നത് കൊണ്ട് ഒത്തിരി ആളുകൾ ടീച്ചറിന്റെ അടുത്ത് വരുന്നതായിട്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പരസ്പരം സഹായിക്കാൻ ചെയ്യും. നമ്മൾ ഇന്നത്തെ കാലത്തെ ജീവിതം എന്ന് പറയുന്നത് സ്വന്തം കാര്യം മാത്രം നോക്കുക, മറ്റൊരാളുടെ കാര്യത്തിൽ ഒരു താല്പര്യവും കാണിക്കാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു സെൽഫിഷ് ആറ്റിറ്റ്യൂഡിലേക്കാണ് നമ്മൾ ഇന്നത്തെ കാലം വളർന്നു വരുന്നത്. അതായത് സ്വന്തം കാര്യം മാത്രം നോക്കുക. അങ്ങനെ അല്ലാതെ സമൂഹത്തിലേക്ക് ഇറങ്ങി വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്ത നമ്മുടെ പരിശുദ്ധ പിതാക്കന്മാരുടെ പാത പിന്തുടർന്ന് നമ്മൾക്കും ചെറിയ ചെറിയ കാര്യങ്ങളെങ്കിലും ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള ഒരു കൂട്ടായ്മയായിട്ട് ഈ ബസ്ക്യാമ അസോസിയേഷൻ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ വരുന്ന സ്ത്രീകളുടെ ആധ്യാത്മികമായിട്ടുള്ള ഉന്നമനം, അത് സ്പിരിച്വലായിട്ടുള്ള നല്ല അറിവുള്ളവരും അങ്ങനത്തെ പ്രാക്ടീസ് ചെയ്യുന്നവരും ആയിരിക്കും. എങ്കിൽ പോലും നമ്മൾക്കറിയാം നമ്മളുടെ പിതാക്കന്മാര് എത്ര 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 കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ നമ്മുടെ ജീവിതം ധന്യമാകാൻ ദൈവത്തിന്റെ എല്ലാ കൃപകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അവസരം തന്നതിന് ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നതിനായി വൈസ് പ്രസിഡന്റ് ബേബിക്കുട്ടി തരകൻ കൊച്ചമ്മയെ സവിനയം ക്ഷണിക്കുന്നു. വൈദികര ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട കൊച്ചമ്മമാരെ, ഡോക്ടർ സാറ ജോസഫ് അവരുകളെ, ഞാൻ വളരെ ക്ഷീണിതയായിട്ടാണ് ഈ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ബാംഗ്ലൂരിൽ 2-3 പ്രാവശ്യം പോകേണ്ടി വന്നു. കഴിഞ്ഞ ആഴ്ച എൻ്റെ മകൻ്റെ ഫാദറിലോ മരിച്ചു, ഇന്നലെ എൻ്റെ സിസ്റ്ററിലോ മരിച്ചു. അതിനെല്ലാം അടക്കത്തിന് പോയിട്ടിന്ന് പെട്ടെന്ന് ഞാൻ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ തന്നെ 10:30 അവിടുന്ന് വീട്ടിൽ പോലും കയറാതെ ഓടി വരികയായിരുന്നു. അവിടെ തിരുമേനി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അവിടെ നിന്ന് കേട്ടായിരുന്നു. കൃതജ്ഞ പറയുക എന്നുള്ളതാണല്ലോ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. അതുപോലെ തിരുമനസ്സുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യത്തിനും ക്രിസോസ്റ്റമോസ് തിരുമേനിയുടെ മെത്രാപ്പൊലീത്ത ആയ കാലം മുതലേ നമുക്കുണ്ട്. അഭിമന്യ തിരുമേനത്തിന് എപ്പോൾ നമ്മൾ ക്ഷണിച്ചാലും വന്ന് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നടത്തിത്തരുന്നു. ഇന്ന് ഉദ്ഘാടകനായിരുന്ന അഭിമന്യ ക്രിസോസ്റ്റമോസ് തിരുമേനിയോടുള്ള കൃതജ്ഞത മൊബൈയുടെ നാമത്തിൽ അർപ്പിച്ചുകൊള്ളുന്നു. നമ്മുടെ അധ്യക്ഷനായിരുന്ന ബഹുമാനപ്പെട്ട ജോർജ് മാത്യു അച്ഛനും അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും തന്നെ ആരോഗ്യം നോക്കാതെ തന്നെ ഇവിടെ വന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും നടത്തിത്തരുന്നു. അധ്യക്ഷത വഹിച്ച ബഹുമാനപ്പെട്ട ജോർജ് മാത്യു അച്ഛനോടും കൃതജ്ഞത രേഖപ്പെടുത്തിക്കുന്നു. അച്ഛന് ഒറ്റിക്കൊടുത്ത 2 മസ്കാന്മാരെ കുറിച്ച് അത് എടുത്തു പറഞ്ഞു. ഒന്ന് ദലീല,
അതുപോലെ നിഷ്ഠയോടുകൂടി ജീവിച്ച എൽസിബ എന്നിവരെക്കുറിച്ച് നമുക്ക് എടുത്തു പറഞ്ഞ് നമ്മളെ ആ പാഠം പഠിപ്പിച്ചു. അതിലും കൂടുതലായിട്ട് അച്ഛന് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന് നേതൃത്വം വഹിച്ചത് ഡോക്ടർ സാറ ജോസഫ്, കത്തോലിക്കൽ കോളേജ് സാറാമ്മ വർഗീസ്. വളരെ ഭാഗ്യമായിട്ടാണ് ഞാൻ വിചാരിച്ചത്. നമുക്ക് ആർക്കും സ്കാമുകാർക്ക് അറിയാൻ വിചാരിക്കും കൊറ്റാത്തള അച്ഛമ്മയും കൊച്ചമ്മയും കുറിച്ച്. അച്ഛൻ ഞാൻ ചെറുപ്പകാലത്ത് തരകനച്ഛൻ കല്യാണം കഴിച്ചിട്ട് വന്നപ്പം കാലം അതിന് മുതൽ തന്നെ അച്ഛനെയും കൊച്ചമ്മയും വളരെയധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത രണ്ട് വ്യക്തികളായിരുന്നു. അച്ഛൻ്റെ കൊച്ചുമകളുടെ ഇത്ര വിലയേറിയ ഒരു ക്ലാസ് കേൾക്കുവാൻ ഭാഗ്യമുണ്ടായത് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നമ്മുടെ ഇന്ന് നടക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ നടക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഡോക്ടർ സാറ ജോസഫ്, സാറാമ്മ വർഗീസ് ക്ലാസ് എടുത്ത് നമ്മളെ അനുഗ്രഹിച്ചു. പ്രത്യേകമായിട്ടുള്ള നന്ദി മോബായുടെ നാമത്തിൽ ഡോക്ടർ സാറാമ്മ വർഗീസിനെ അർപ്പിക്കുന്നു. അടുത്തതായിട്ട് പരിമല സെമിനാരി മാനേജർ ഫാദർ MC കുറിയാക്കോസ് എല്ലാ കാര്യങ്ങളും നമുക്ക് ക്രമീകരിച്ച് തന്നു. ബസ്ക്യാമോ അസോസിയേഷൻ്റെ നമ്മുടെ പ്രധാനമായിട്ടും ഏഷ്യാനെറ്റ് TV കൂടെ നമ്മുടെ ഈ മീറ്റിങ്ങിനെ കുറിച്ച് എനിക്ക് പല പ്രാവശ്യം കേൾക്കാനിടയായി രാത്രി വെക്കുമ്പോഴേ. അതുപോലെ തന്നെ എല്ലാ ക്രമീകരണങ്ങളും നമുക്ക് ചെയ്തു തന്ന ഫാദർ MC കുറിയാക്കോസ് അച്ഛനോട് കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായിട്ട് ജെസ്സി കൊച്ചമ്മ, നമ്മുടെ ജനറൽ സെക്രട്ടറി, വളരെ ബദ്ധപ്പാടിനിടെ കൊച്ചമ്മയ്ക്ക് കോഴിക്കോട് കഴിഞ്ഞ തിങ്കളും ചൊവ്വായും ദിവസങ്ങളിൽ പോയി വളരെ പ്രധാനമായ കാര്യങ്ങൾ നയിക്കേണ്ടതുണ്ട്. അതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഈ നമ്മുടെ ഈ മീറ്റിങ്ങിന് വന്ന് സംബന്ധിച്ച് ഇതിൻ്റെ നേതൃത്വം വഹിച്ചു തന്നത്. കൊച്ചമ്മയോടുള്ള കൃതജ്ഞത എത്രമാത്രം അർപ്പിക്കാമെന്ന് ഞാൻ ഇങ്ങനെ അതുപോലെ പ്രയാസത്തിൽ കൂടെ കൊച്ചമ്മ ഇപ്പോൾ ഒന്ന് സംബന്ധിച്ചത് ഇതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ടാണ്. കൊച്ചമ്മയോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ട്രഷറർ കൊച്ചമ്മ ഏലിയാമ്മ കൊച്ചമ്മയ്ക്ക് പ്രത്യേകമായി കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇന്ന് നമുക്ക് പാട്ട് പാടിത്തന്ന അനി കൊച്ചമ്മ തോട്ടുപുറം പ്രത്യേകമായി കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. സിനു ജേക്കബ് അനൗൺസ് ചെയ്ത മോള് ശരി അല്ലേ, നമ്മുടെ കൊട്ടാരക്കര കൊച്ചമ്മയുടെ മകളാണ്. നമ്മുടെ ഈ മീറ്റിങ്ങുകൾക്കെല്ലാം മോള് വന്ന് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതിനെ സിനുവിന് പ്രത്യേകമായി കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ജോർജിയൻ TV മീഡിയ ഫോട്ടോഗ്രാഫേഴ്സ് ഇവരോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കുന്നു. എല്ലായിടത്തിനും ഓരിയുമായിട്ട് ഇന്ന് ഇത്രയും വർക്കിംഗ് ഡേയ്സ് ആയിട്ടും ഇത്രയും കൊച്ചമ്മമാർ അവധിയൊക്കെ എടുത്തായിരിക്കും ഇവിടെ വന്നു ചേർന്നത്. ഞാൻ വിചാരിച്ച് ഇത്രയും പേര് കാണത്തില്ലായിരുന്നു. കഴിഞ്ഞ വർഷം കുറച്ചുകൂടെ കൂടുതലുണ്ടായിരുന്നു. പിന്നെ നരണഭദ്രാസനത്തിൽ പ്രത്യേകമായിട്ട് എനിക്ക് ഫോൺ ചെയ്ത് പറയാനുള്ള അവസരമില്ലായിരുന്നു ബാംഗ്ലൂരിലെ പോക്കുകൊണ്ട്. എങ്കിലും ഞാൻ ചിലരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ബറോഡായി പോകുന്ന കാര്യവും ഞാൻ 40 പേരോട് ഫോൺ ചെയ്ത് പറഞ്ഞു. നരണം ഭദ്രാസനത്തിൽ എല്ലാവർക്കും ഓരോ അസൗകര്യങ്ങളായതുകൊണ്ടും ദീപാവലിയുടെ അവധി ആയതുകൊണ്ട് അവിടെ ഒരാഴ്ചത്തെയൊക്കെ അവധികളുണ്ട്. തിരുമേനി ആ ഡേറ്റ് തീരുമാനിച്ച് നമുക്ക് തന്നത്. പക്ഷെ നമുക്ക് ഒരു ദിവസമേ അവധിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ കൊച്ചന്മാർക്ക് പോകാൻ അസൗകര്യമായിട്ടിരിക്കുന്നത്. എങ്കിലും കഴിവതും ഏതായാലും ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. കഴിവതും കൂടുതൽ പേര് പോകണമെന്ന് ഉള്ള ആഗ്രഹമുണ്ടായിരുന്നു. പിന്നെ പോകുന്നവരൊക്കെ പോകട്ടെ. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ കൃത്യത്വം ഞാൻ നിർവഹിക്കുന്നു. ഒരിക്കൽ കൂടി ബഹുമാനിയായ വൈസ് പ്രസിഡന്റ് അച്ഛമ്മയ്ക്കും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഞാൻ ഓർക്കായിരുന്നു, ഏറ്റവും ദൂരം നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ തിരുവനന്തപുരത്ത് നിന്ന് വരെ. അതുപോലെ തന്നെ കുറേയേറെ കൊച്ചുമാരിന്ന് ലീവ് എടുത്ത് ഇവിടെ വന്നിരിക്കുന്നതിൽ കൂടുതൽ കൊച്ചുമാരും ലീവ് എടുത്ത് വന്നവർ. അപ്പം നമ്മുടെ അസൗകര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ മാറ്റിവെക്കാവുന്നതാണ്. വന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി, പ്രത്യേകിച്ച് വന്ന വൈദിക ശ്രേഷ്ഠർ ഇത്രയും സമയം ഇവരെ ഞങ്ങളോടൊപ്പം ഇവിടെയായിരുന്നതിലും എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു.